ഹലോ ഓൾ, വെൽക്കം ടു സ്പാർട്ടൻസ്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എങ്ങനെ UPSC പരീക്ഷയ്ക്ക്, അതായത് UPSC സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഒരു ഓപ്ഷണൽ സബ്ജക്റ്റ് ചൂസ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ജനറൽ ഐഡിയ ആണ്. പല ആസ്പിറൻസും പലപ്പോഴായിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ട് അവരുടെ PCM ബാച്ചിന് ജോയിൻ ചെയ്യുന്നു. ആ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഓപ്ഷണൽ സബ്ജക്റ്റ് അത് ചൂസ് ചെയ്യുന്നു, അത് പഠിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ അത് മാറ്റാനുള്ള ഒരു ടെൻഡൻസിലോട്ട് വരുന്നു. ഇങ്ങനത്തെ പല സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് UPSCക്ക് നമ്മൾ പ്രിപ്പറേഷൻ നടത്തുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒന്നാണ് ഓപ്ഷണൽ സബ്ജക്റ്റിനെ ചൂസ് ചെയ്യുക എന്നുള്ളത്. നിങ്ങൾ ഒരു പക്ഷേ PCM ജോയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഏറ്റവും കൂടുതൽ റിസൾട്ട് മേക്കിംഗ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ നിങ്ങൾ ചൂസ് ചെയ്യും. പക്ഷെ അതേ സമയത്ത് ഓപ്ഷണലിന് നിങ്ങൾ അത്ര റെലവൻസ് കൊടുക്കാറില്ല പലപ്പോഴും. ആ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്താണോ പ്രൊവൈഡ് ചെയ്യുന്നത് അത് മാത്രം സ്വീകരിക്കാം എന്നുള്ള രൂപത്തിലോട്ട് പലപ്പോഴും പല ആസ്പിറൻസും പോകാറുണ്ട്. അതുകൊണ്ടാണ് ജനറലി നമ്മൾ ഇന്നത്തെ ഒരു സെഷൻ ഇവിടെ വെച്ചിട്ടുള്ളത്. ആൻഡ് ഇൻ വിച്ച് വിൽ ബി ഡിസ്കസിങ് വാട്ട്, എങ്ങനെ ഒരു ഓപ്ഷണൽ സബ്ജക്ട് നിങ്ങൾ ചൂസ് ചെയ്യണം. അപ്പൊ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് എന്താണ് ഈ ഓപ്ഷണൽ സബ്ജക്റ്റിന്റെ ഒരു പ്രാധാന്യം എന്നുള്ളതിനെ കുറിച്ചാണ്. ദ ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് ഓപ്ഷണൽ സബ്ജക്ട് ഫോർ യുവർ UPSC എക്സാമിനേഷൻ. സോ ഗൈസ്, നിങ്ങൾ പ്രിലിംസ് എക്സാമിനേഷൻ എഴുതി ക്ലിയർ ആയി കഴിഞ്ഞതിന് ശേഷമുള്ള അടുത്ത ഒരു എക്സാമിനേഷൻ ആണ് ആഫ്റ്റർ ഒരു 2.5 മാസത്തെ സമയത്തിന്റെ ഒരു ബ്രേക്കിന് ശേഷം, പ്രിലിംസിന് ശേഷം നിങ്ങൾക്ക് മെയിൻസ് വരുന്നുണ്ട്. അപ്പൊ ആ മെയിൻസിൽ നിങ്ങൾക്ക് ടോട്ടലി 1750 മാർക്കാണ്. അതിൽ നിങ്ങളൊരു 500 മാർക്ക് നിങ്ങൾക്ക് നൽകാൻ വേണ്ടി പോകുന്നത് ദാറ്റ് ഈസ് ഫ്രം ഓപ്ഷണൽ സബ്ജക്ട് ഇറ്റ്സെൽഫ്. ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് ഇതിന്റെ ഒരു നിലവാരം എത്രമാത്രം ഉണ്ടെന്ന് പറഞ്ഞുതരാം. 2024 UPSC പരീക്ഷയുടെ റിസൾട്ട് ആണ് ലാസ്റ്റ് വീക്ക് വന്നത്. ഓക്കെ, അപ്പൊ ആ റിസൾട്ടില് നമുക്ക് നോക്കി കാണാൻ വേണ്ടി പറ്റും. പ്രിലിംസിന്റെ കട്ട് ഓഫ് ഉണ്ട്, മെയിൻസിന്റെ കട്ട് ഓഫ് ഉണ്ട്, ഫൈനൽ കട്ട് ഓഫ് ഉണ്ട്. അതിൽ നമുക്ക് മെയിൻസിന്റെ കട്ട് ഓഫ് ജസ്റ്റ് ഒന്ന് ഞാൻ ബ്രീഫ് ആയിട്ട് പറയുകയാണ്. ഓക്കെ, നമുക്ക് ഡിഫറെന്റ് കാറ്റഗറി ഉണ്ടല്ലോ. ജനറൽ കാറ്റഗറി, OBC, EWS, ഇങ്ങനത്തെ കുറെ കാറ്റഗറീസ് ഉണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾക്കറിയാം മെയിൻസിന് നമുക്ക് മാർക്ക് നൽകാൻ വേണ്ടി പോകുന്നത് 7 സബ്ജക്റ്റുകളാണ്. ഏതൊക്കെയാണ്? എസ്എ, ജനറൽ സ്റ്റഡീസ്, പേപ്പർ 1, പേപ്പർ 2, പേപ്പർ 3, പേപ്പർ 4, ഓപ്ഷണൽ പേപ്പർ 1, ഓപ്ഷണൽ പേപ്പർ 2. ഇങ്ങനെ 7 നമുക്ക് എന്ത് ചെയ്യുന്നത് മെയിൻസിൽ മാർക്ക് നൽകാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഓരോന്നിനും നമുക്ക് 250 മാർക്സ് ആണ് വരുന്നത്. 250 മാർക്സ് ആണ് നമുക്ക് വരാൻ വേണ്ടി പോകുന്നത്. അതില് ഇപ്രാവശ്യത്തെ മെയിൻസിന്റെ ഒരു കട്ട് ഓഫ് നോക്കുമ്പോൾ അറൌണ്ട് ഒരു 740s 740കളുടെ മാർക്കാണ് നിങ്ങൾക്ക് മെയിൻസ് ക്ലിയർ ചെയ്യാൻ വേണ്ടി വരുന്നത്. അതിന് വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ, നിങ്ങൾ എക്സാം എഴുതി, മെയിൻസ് എഴുതി, എസ്എയിൽ നിങ്ങൾക്ക് ഒരു 100 മാർക്ക് കിട്ടി. ജനറൽ സ്റ്റഡീസ് പേപ്പർ 1 നിങ്ങൾക്ക് 100 മാർക്ക് കിട്ടി. പേപ്പർ 2 100 മാർക്ക് കിട്ടി. പേപ്പർ 3 100 മാർക്ക് കിട്ടി. പേപ്പർ 4 100 മാർക്ക് കിട്ടി. അപ്പൊ എത്രയായി? 500 മാർക്ക് ഇവിടെ നിന്നായി. ഇനി ഇതിലോട്ട് അഡീഷണലി വരുന്നത് ഓപ്ഷണൽ പേപ്പർ 1, ഓപ്ഷണൽ പേപ്പർ 2 ആണ്. നിങ്ങൾക്ക് രണ്ടും കൂടെ 125 കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ടോട്ടൽ എത്രയായി? 250. അപ്പൊ 500 പ്ലസ് 250 ദാറ്റ് ഈസ് 750. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, ഏകദേശം 740 ഇപ്രാവശ്യം വന്നിട്ടുള്ള കട്ട് ഓഫ് എങ്കിൽ 750 നിങ്ങൾക്ക് ഈ ഒരു ട്രെൻഡ് കീപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ, അതിന്റെ കൂട്ടത്തിൽ ഓപ്ഷണൽ നന്നായിട്ട് പഠിക്കാൻ പറ്റുമെങ്കിൽ, ഓപ്ഷണൽ നിങ്ങൾ 250 അബോവ് മാർക്സ് വാങ്ങിച്ചാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മെയിൻസ് ക്ലിയർ ചെയ്യാൻ നല്ല രീതിയിൽ സഹായിക്കും. ഓക്കെ, ഇതിന്റെ കൂട്ടത്തിലോട്ട് നിങ്ങൾ ഇന്റർവ്യൂവിന്റെ മാർക്ക് കൂടെ ഒരു 200 മാർക്ക് കൂടെ കൂട്ടുകയാണെങ്കിൽ 950 947 എങ്ങാനും ആയിരുന്നു ഇപ്രാവശ്യം 2024 ജനറൽ കാറ്റഗറി പെട്ടുള്ള സ്റ്റുഡൻസിന്റെ കട്ട് ഓഫ് എന്നുള്ളത്. അതേസമയത്ത് 900ന്റെ ഒരു അടുത്ത് തുടക്കത്തിലുള്ള ഒരു എമൗണ്ട്, ഒരു വാല്യൂ ആയിരുന്നു ഈ OBCക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. സോ ഗൈസ്, ഞാൻ പറഞ്ഞു വരുന്നത് മെയിൻസിൽ 1750 മാർക്ക് ഉണ്ടെങ്കിൽ ഇപ്രാവശ്യം നിങ്ങൾക്ക് ആകെ 750 മാർക്കേ ആവശ്യം വന്നിട്ടുള്ളൂ. അതിൽ തന്നെ നല്ലൊരു റോള്, ഇതൊക്കെ എല്ലാ ആസ്പിരൻസും ജനറലി കിട്ടുന്നതാണ്. അതായത് ഞാൻ എക്സാം എഴുതുവാണെങ്കിലും നിങ്ങൾ എക്സാം എഴുതുവാണെങ്കിലും നമുക്ക് എല്ലാവർക്കും കോമൺ ആണ് ഇത്രയും കാര്യങ്ങൾ. അതിൽ നമുക്ക് കുറച്ചുകൂടെ അഡ്വാൻറ്റേജ്, കുറച്ചുകൂടെ എഡ്ജ്, കുറച്ചുകൂടെ സൂപ്പർ മാർക്ക് നേടിത്തരാൻ വേണ്ടി പോകുന്ന ആരാണ്? ഓപ്ഷണൽ ആണ്. അപ്പൊ ഇവിടെയാണ് കുറച്ച് പ്രാധാന്യമുള്ളത് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെക്കുക. 500 മാർക്കിൽ നിങ്ങൾക്ക് അതിന്റെ 50%, 250 ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങളൊരു എഫേർട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 280 അബോവ് കിട്ടുവാണെങ്കിൽ യു വിൽ ബി ഇൻ ദ ടോപ്പ് റാങ്ക്. അതാണ് സംഭവിക്കുന്നത്. സോ അതാണ് ഓപ്ഷണൽ സബ്ജക്റ്റിന്റെ പ്രത്യേകത എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അതായത് മെയിൻസിന്റെ ബാക്കി 5 പേപ്പറിലെ സ്കോറിങ്ങും ഏകദേശം എല്ലാവർക്കും ഒരു ഓൾമോസ്റ്റ് അടുത്തായിരിക്കുമെങ്കിൽ, ഓപ്ഷണൽ ആണ് യഥാർത്ഥത്തിൽ നിങ്ങളെ
എത്രമാത്രം നിങ്ങൾ ഈ എക്സാമിനേഷൻ ക്ലിയർ ചെയ്ത് പോകുമെന്ന് തീരുമാനിക്കുന്ന ഒരു കാര്യം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഓപ്ഷനിലെ പ്രധാനപ്പെട്ട പ്രത്യേകത. ഒന്ന്, 500 മാർക്ക് നിങ്ങൾക്ക് മെയിൻസിൽ അത് ഓപ്ഷനിൽ നിന്ന് മാത്രമാണ്. രണ്ടാമത്തെ കാര്യം, ഒരു ഗുഡ് ഓപ്ഷണൽ ദാറ്റ് യു ആർ ഗോയിങ് ടു ടേക്ക്, നിങ്ങൾ എടുക്കാൻ വേണ്ടി പോകുന്ന നല്ലൊരു ഓപ്ഷണൽ. ഓക്കെ, നിങ്ങൾ എടുക്കാൻ വേണ്ടി പോകുന്ന ഒരു ഓപ്ഷണൽ. ആ ഒരു ഓപ്ഷണൽ എന്ന് പറയുന്നത് അത് നിങ്ങളുടെ ഒരു ഡിസൈഡിങ് ഫാക്ടർ ഇൻ സെലക്ഷനോട്ട് മാറും. അതായത് ഞാൻ പറഞ്ഞ പോലെ നിങ്ങളൊരു ഓപ്ഷനിൽ പഠിച്ചു, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ ജോയിൻ ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പൊ ആ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഓപ്ഷണൽ ഇന്നത് മാത്രമാണെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ അത് പഠിച്ചു, പക്ഷെ നിങ്ങൾക്ക് വേണ്ട പോലെ പെർഫോം ചെയ്യാൻ പറ്റിയില്ല, നിങ്ങൾക്ക് ഒരു 200 മാർക്കേ കിട്ടിയുള്ളൂ. കാരണം എന്താ? നിങ്ങൾക്ക് ആ ഓപ്ഷണലോട് നിങ്ങൾ പഠിക്കാൻ വേണ്ടി പഠിച്ചതാണ്, താല്പര്യം കൊണ്ട് പഠിച്ചതല്ല. ദാറ്റ്സ് എ ഡിഫറൻസ് വേർഡ്. പഠിക്കാൻ വേണ്ടി പഠിക്കുന്നതും താല്പര്യത്തോടുകൂടി പഠിക്കുന്നതും കുറച്ച് വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് UPSC-യിൽ ഓപ്ഷണൽ എന്ന് പറയുന്നൊരു സബ്ജക്ട് തന്നെ ആഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കുക. അല്ലെങ്കിൽ UPSC-യുടെ ഒരു സിലബസ് വന്നപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന എസ്സേ, ജനറൽ സ്റ്റഡീസ് പേപ്പർ 1, പേപ്പർ 2, പേപ്പർ 3, പേപ്പർ 4, ഇങ്ങനെ ഈ 5 എണ്ണം പോരായിരുന്നു യഥാർത്ഥത്തില്. പക്ഷെ ഓപ്ഷണൽ കൊടുത്തത് എന്തിനാണ്? യെസ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സബ്ജക്ട്, ആ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് എത്രമാത്രം മാർക്ക് നേടാൻ വേണ്ടി പറ്റും, അത് നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ള ചോദ്യം ഉള്ളത് കൊണ്ടല്ലേ ഇറ്റ്സ് കോൾഡ് ഓപ്ഷണൽ. യു ക്യാൻ ചൂസ് ഇൻ യുവർ ഓൺ വേ. അല്ലാണ്ടെങ്കിൽ വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ എഴുതാതിരിക്കാം എന്നുള്ളതല്ല, നമുക്ക് ചൂസ് ചെയ്യാം എന്നുള്ളത് കൊണ്ടാണ് അതിനെ ഓപ്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ നല്ലൊരു ഓപ്ഷണൽ ആകണം. ആ ഓപ്ഷനിൽ നിങ്ങൾ പാഷനോട് കൂടെ പഠിക്കുകയാണോ, ഡെഫിനറ്റ്ലി ഈസ് വൺ ഓഫ് ദി ബിഗ് ഫാക്ടർ ഇൻ യുവർ സെലക്ഷൻ. അതാണ് ഇതിന്റെ കാര്യം. ദെൻ ആസ് ഐ മെൻഷൻഡ് ഏർലിയർ, ഒരു സ്ട്രാറ്റജിക് ചോയ്സ് ഓഫ് ഓപ്ഷണൽ ഇംപ്രൂവ്സ് ചാൻസ് ഓഫ് സ്കോറിംഗ് ഹൈ. അപ്പൊ നമ്മൾ നല്ലൊരു ഓപ്ഷൻ എടുക്കുമ്പോൾ നമുക്ക് നല്ല മാർക്ക് മേടിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ എന്താണ് ഈ നല്ല ഓപ്ഷണൽ എന്നുള്ള പല കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലെ? നിങ്ങളിൽ പലരും ഇപ്പോൾ ഓൾറെഡി ചിലപ്പോൾ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നവരാകാം, പഠിച്ചു കഴിഞ്ഞവരാകാം, ഓപ്ഷനിൽ ചൂസ് ചെയ്തവരാകാം, ചെയ്യാൻ വേണ്ടി പോകുന്നവരാകാം. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ 2026 എക്സാമിനേഷൻ ഫോക്കസ് ചെയ്യുന്ന എത്ര പേരുണ്ട്? ഒന്ന് ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്തേ. എങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഇപ്പൊ കറക്റ്റ് 1 ഇയർ ടൈം ഉണ്ട്. ഈ 1 ഇയർ ടൈമിൽ നിങ്ങൾക്ക് എടുക്കാവുന്ന ഏറ്റവും നല്ല ഡിസിഷൻസ് നിങ്ങൾ എടുക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു വെബിനാർ ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് കമന്റ് മീ ഹൗ മെനി ഓഫ് യു ആർ ഫോക്കസിങ് ഫോർ 2026 എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യൂ. ഇനി 2027 ആണെങ്കിൽ അത് മെൻഷൻ ചെയ്തോളൂ കേട്ടോ. ജസ്റ്റ് അറിയാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്. 1, 2, 3. 2027 ആൾക്കാർക്ക് നല്ല ടൈമാണ്. കാരണം 2 വർഷം ഇപ്പൊ തന്നെ നേരത്തെ തന്നെ പ്രിപ്പറേഷൻ കൊടുക്കുകയാണെങ്കിൽ 2027 ആകുന്ന സമയത്ത് യു വിൽ ബി ഏബിൾ ടു വാട്ട് അത് പഠിച്ചു തീരും എന്നുള്ളതാണ്. ബാക്കി കുറെ ആൾക്കാർ 2026 തന്നെയാണ് വരുന്നത്. ഓക്കെ, ചില ആൾക്കാർ 2030 ഉണ്ട് അല്ലെ, മേ ബി ഗ്രാജുവേഷൻ ചെയ്യുന്നുണ്ടാവുള്ളൂ. എനിഹോ, അപ്പൊ നല്ലൊരു ശതമാനം ആൾക്കാരും 2026 തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് UPSC-യിൽ ഓപ്ഷണൽ സബ്ജക്റ്റിന്റെ ഒരു പ്രാധാന്യം എന്നുള്ളതിന്റെ ഒരു മിനിമം ഐഡിയ ഇപ്പൊ കിട്ടിയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുകയാണ്. ഇനി നമ്മൾ ഇതിലോട്ടുള്ള ഫർദർ പോയിന്റ്സ് പറയുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടെ നിങ്ങൾക്ക് കുറച്ച് ക്ലാരിറ്റി വരും. ഈ ക്ലാരിറ്റി ഈ സെഷനിൽ പങ്കെടുത്തിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും വേണം നിങ്ങളുടെ ബാക്കിയുള്ള ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാൻ. ഓക്കെ, ഇവിടെ കിട്ടുന്ന ഇൻഫോ, ആ ഒരു അറിവ് നിങ്ങൾ നിങ്ങളുടെ ബാക്കിയുള്ള ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കണം. എന്നാലാണ് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾക്കിടയിൽ ഒരു മ്യൂച്വൽ ബെനിഫിറ്റ് ഉണ്ടാകാൻ വേണ്ടി പോകുന്നുള്ളൂ. സാധാരണ രീതിയിൽ ഒരു ഓപ്ഷണൽ ചൂസ് ചെയ്യുന്ന സമയത്ത് സാധാരണ സംഭവിക്കുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന ചില മിത്തുകളാണ് പറയാൻ വേണ്ടി പോകുന്നത്. വി ഹാവ് സംതിങ് കോൾഡ് ആസ് മിത്ത് ആൻഡ് റിയാലിറ്റി. അങ്ങനത്തെ ചില കാര്യങ്ങൾ നമ്മൾ ഇന്ന് ബെസ്റ്റ് ഔട്ട് ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഡിസ്കഷന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത അല്ലെ. അപ്പൊ ഒരു മിത്ത് ഞാൻ പറയാം. ടേക്ക് ദ മോസ്റ്റ് പോപ്പുലർ ഓപ്ഷണൽ എമംഗ് ടോപ്പേഴ്സ്. ഈ ആദ്യത്തെ 100 റാങ്കിൽ വരുന്ന ആൾക്കാരെ നമ്മൾ ടോപ്പേഴ്സ് എന്നൊക്കെ നല്ല രീതിയിൽ വിശേഷിപ്പിക്കും അല്ലെ. അപ്പൊ അവര് ക്ലിയർ ചെയ്യാൻ സഹായിച്ചിട്ടുള്ള അവരുടെ ഓപ്ഷണൽ അതാണ്, അതെടുക്കാം എന്ന് വിചാരിച്ചിട്ട് പോകും. എന്നാൽ എനിക്ക് അത് ഒരു കേട്ട് പരിചയവും ഉണ്ടാവില്ല, ഒരു പരിചയം ഉണ്ടാക്കാത്ത ചിലപ്പോൾ സബ്ജക്റ്റ് ആയിരിക്കും. അപ്പൊ അങ്ങനെ ഒരു മിത്താണ് എന്ത്, നിങ്ങൾ ടോപ്പേഴ്സ് എടുക്കുന്ന ഓപ്ഷനിലെ എടുക്കാവൂ എന്ന് പറയുന്ന ആൾക്കാർ നമ്മുടെ ചുറ്റുവട്ടത്തിലുണ്ട്. അതൊരു മിത്താണ് ആക്ച്വലി. രണ്ടാമത്തതാണ്, ഹ്യൂമാനിറ്റി സബ്ജക്റ്റുകൾക്ക് ലോ സ്കോറിംഗ് ആണ്. ഹ്യൂമാനിറ്റി സബ്ജക്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ്റ്ററി ആ കാറ്റഗറിയിൽ വരും, സോഷ്യോളജി ആ കാറ്റഗറിയിൽ വരും, പൊളിറ്റിക്കൽ സയൻസ് അതിൽ വരും, ഇക്കണോമി അതിൽ വരും. ഓക്കെ, ദെൻ ജോഗ്രഫി സയൻസിലും അതുപോലെ ഹ്യൂമാനിറ്റീസിന്റെ കാറ്റഗറിയിൽ നമുക്ക് പെടുത്താം. അപ്പൊ ഇങ്ങനത്തെ സബ്ജക്റ്റുകൾ പലപ്പോഴും ലോ സ്കോറിംഗ് ആണ്. മറിച്ച് നിങ്ങൾ സയൻസ് സബ്ജക്റ്റുകളായിട്ടുള്ള ബോട്ടണിയോ സോളജിയോ മെഡിക്കൽ ഫീൽഡിലുള്ള കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ നന്നാകും എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ദെൻ ഓപ്ഷണൽ ഷുഡ് ബി ഫ്രം യുവർ ഗ്രാജുവേഷൻ സബ്ജക്ട് ഓൺലി. നിങ്ങൾ നിങ്ങളുടെ ഗ്രാജുവേഷൻ ഏതാണോ ആ ഗ്രാജുവേഷൻ സബ്ജക്ട് തന്നെ ആയിരിക്കണം നിങ്ങൾ ഓപ്ഷൻ എടുക്കേണ്ടത്.
എന്ന് പറയുന്ന ഒരു മിത്ത് നമ്മുടെ സൊസൈറ്റിയിലുണ്ട്, അല്ലെങ്കിൽ UPSC കമ്മ്യൂണിറ്റിക്ക് ഇടയിൽ തന്നെ ഉണ്ട്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇന്നത്തെ സെഷനിൽ വന്നിരിക്കുന്ന പല ആൾക്കാരും പല ബാക്ക്ഗ്രൗണ്ട് ഗ്രാജുവേഷൻ ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും. ഗൈസ്, ജസ്റ്റ് കോമെന്റ് യുവർ ഗ്രാജുവേഷൻ സബ്ജക്ട് ചെയ്യൂ. നിങ്ങൾ ഗ്രാജുവേഷൻ ഏതാ പഠിച്ചെന്ന് കോമെന്റ് ചെയ്യൂ. Yeah, I can read it. Zoology, economics, law, BCom, English literature, history, English. Yeah, there are many, അല്ലെ? അപ്പൊ ഡിഫറെന്റ് സബ്ജക്റ്റുകൾ വരുന്നുണ്ട്. അപ്പൊ അത് തന്നെ നമ്മൾ ഓപ്ഷനിൽ എടുക്കണോ? ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ചിട്ടുള്ള ഒരാൾ ഇംഗ്ലീഷ് തന്നെ എടുക്കണോ? അത് ചിലപ്പം ഗ്രാജുവേഷൻ അതായിരിക്കും ഇംഗ്ലീഷ്, PG ചിലപ്പം വേറെ ഏതെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ PG ചിലപ്പോൾ ഇംഗ്ലീഷ് ആയിരിക്കും. അത് തന്നെ എടുക്കണം എന്നുണ്ടോ? അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അതൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മൾ രണ്ടാമത് പറഞ്ഞു അല്ലെ, എന്ത് ഹ്യൂമാനിറ്റി സബ്ജക്റ്റിൽ ലോ സ്കോറിംഗ് ആണ് അത് സബ്ജക്റ്റുകളുടെ ഒരു ഐഡിയ പറഞ്ഞു. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു മിത്താണ് പറയുന്നത് ടെക്നിക്കൽ സബ്ജക്റ്റ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗും സയൻസ് സബ്ജക്റ്റുകളെല്ലാം ദേ ആർ സ്കോറിംഗ് മോർ എന്ന് പറയുന്ന ഒരു മിത്ത് വേറെ കിടപ്പുണ്ട്. അപ്പൊ എന്താണ് ഒരു സബ്ജക്റ്റിൽ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാനുള്ള മാനദണ്ഡം, ക്രൈറ്റീരിയ എന്തൊക്കെയാണ്? അതാണ് നമ്മുടെ ഡിസ്കഷനിൽ. ആൻഡ് സബ്ജക്ട്സ് വിത്ത് സ്മോൾ സിലബസ് ആർ ഓൾവേസ് ബെറ്റർ. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ മുമ്പിൽ ഹിസ്റ്ററി ഉണ്ട് ഓപ്ഷൻ ആയിട്ടെന്ന് വിചാരിക്കാം, മറ്റൊന്ന് സോഷ്യോളജി ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഞാൻ ഇത് രണ്ടും എടുക്കാൻ കാരണം ഹിസ്റ്ററി, ജോഗ്രഫി, PSIR ഇത് മൂന്നും ഒരമ്മ പറ്റ 3 മക്കളാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നും ഓൾ ഇന്ത്യ ഓപ്ഷൻ സബ്ജക്റ്റുകളാണ്. മൂന്നും ഒരേപോലെ നിങ്ങൾക്ക് സിലബസും കാര്യങ്ങളൊക്കെ ഒരേപോലെ വാസ്റ്റ് ആയിട്ട് നൽകിയിട്ടുള്ള സബ്ജക്റ്റുകളാണ്, PSIR, ജോഗ്രഫി, ഹിസ്റ്ററി. പക്ഷെ അതേ സമയത്ത് ആസ്പിരൻസ് സോഷ്യോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്ട് പലപ്പോഴും എടുക്കുന്ന റീസൺ സ്മോൾ സിലബസേ ഉള്ളൂ എന്നുള്ളതാണ്. മലയാളം സ്മോൾ സിലബസേ ഉള്ളൂ എന്ന് പറയുന്നതാണ്. അപ്പൊ അങ്ങനെ എടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ സബ്ജക്ട്സ് വിത്ത് സ്മോൾ സിലബസ് ആർ ഓൾവേസ് ബെറ്റർ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതെടുക്കുന്നതല്ല നല്ലത്. അപ്പൊ അവിടെ ഒരു മിത്ത് ഉണ്ട്. സോഷ്യോളജി എപ്പോഴും നമ്മൾ സ്മോൾ സിലബസ് ആണെന്ന് പറഞ്ഞെടുക്കുമ്പോൾ അതിൽ തിയററ്റിക്കൽ ആയിട്ടുള്ള ഡിഫറെന്റ് ഡയമെൻഷൻസ് ഓഫ് ആൻസേഴ്സ് എഴുതുമ്പോൾ അതിന്റെ സബ്ജക്റ്റിന്റെ നേച്ചർ മാറുന്നുണ്ട്. അതാരും മനസ്സിലാക്കുന്നില്ല. മറ്റൊന്ന് മനസ്സിലാക്കാത്തത് ഹിസ്റ്ററിക്കും ജോഗ്രഫിക്കും PSIRനും സിലബസ് തരുമ്പോൾ UPSCക്ക് ഹെഡിങ് മാത്രം തരാൻ പറ്റുമോ? പറ്റില്ല. സിലബസ് തരുമ്പോൾ എന്തായാലും അവർ ഡീറ്റെയിൽ ആയിട്ട് സിലബസ് തരും. പക്ഷെ പിന്നീടുള്ള ക്വസ്റ്റ്യൻ ഈ സിലബസിലുള്ള മുഴുവൻ കാര്യങ്ങളും നമ്മൾ പഠിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ്. ഓക്കെ, അത് പഠിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ്. അത് നിങ്ങൾ ഓരോ സബ്ജക്റ്റും കൃത്യമായിട്ട് അനലൈസ് ചെയ്യണം. PSIR ഇത്രയും വലിയ സിലബസ് ഉണ്ട്, അതിൽ പൊളിറ്റിക്കൽ സയൻസ് ഉണ്ട്, ഇന്റർനാഷണൽ റിലേഷൻ ഉണ്ട്, അതുകൊണ്ട് കറണ്ട് അഫേഴ്സ് നല്ലതുപോലെ അതിൽ ഇമ്പോർട്ടന്റ് ആണ്. ജോഗ്രഫിയിൽ വേൾഡ് ജോഗ്രഫി ഉണ്ട്, ഇന്ത്യൻ ജോഗ്രഫി ഉണ്ട്, വളരെ വിശാലമാണ്, കുറച്ച് ഇൻഡെപ്ത് ആണ്, ടെക്നിക്കലി നോളജ് വേണം, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ അതിലുണ്ട്. ഹിസ്റ്ററിയിലാവുമ്പോൾ ആൻഷ്യന്റ് ഉണ്ട്, മിഡീവൽ ഉണ്ട്, മോഡേൺ ഉണ്ട്, വേൾഡ് ഹിസ്റ്ററി ഉണ്ട്. സിലബസ് വാസ്റ്റ് ആയിട്ട് തന്നെയാണ് തന്നിട്ടുള്ളത്. പക്ഷെ അതിലെല്ലാം പഠിക്കേണ്ടതുണ്ടോ? അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചോദിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ ഓപ്ഷണലിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടാക്കുള്ളൂ. നിങ്ങൾ PCM ചൂസ് ചെയ്യുന്ന സമയത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾ ചൂസ് ചെയ്യാൻ നേരത്തെ നിങ്ങൾ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ടാകാം. അല്ലെങ്കിൽ നിങ്ങൾ നേരെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇത്ര റിസൾട്ട് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ നേരെ അങ്ങോട്ട് പോയിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെ പല സാഹചര്യം ഉണ്ടാവും. പക്ഷേ whenever you are selecting one particular optional subject for your examination, അവിടെ നിങ്ങൾക്ക് നല്ലൊരു കെയർഫുൾ ആയിട്ടുള്ള ഒരു അപ്രോച്ച് വേണം. അതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ എന്തൊക്കെയാണ് ചോയ്സസ് ഉള്ളതെന്നുള്ളത് ആദ്യം കൃത്യമായിട്ട് എഴുതി വെക്കുക. എന്നിട്ട് അതിന്റെ ബെനിഫിറ്റും ഡീമെറിറ്റും എഴുതി വെക്കുക. എന്നിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റണം. അതിന്റെ ഒരു ജനറൽ ഐഡിയ ആണ് നമ്മൾ ഇന്ന് ത്രൂ ഔട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ 5 മിത്തുകൾ പറഞ്ഞു. ഒന്ന്, ടോപ്പേഴ്സ് എടുക്കുന്ന ഓപ്ഷനിൽ എടുക്കണം. ഹ്യൂമാനിറ്റി സബ്ജക്റ്റുകൾ സ്കോറിംഗ് കുറവാട്ടോ. സയൻസ് സബ്ജക്റ്റുകൾക്കാണ് സ്കോറിംഗ് കൂടുതലുള്ള ഒരു കേട്ടുകളി പലപ്പോഴും ഉണ്ടാവും. പക്ഷെ കേരളത്തിൽ അത് കുറവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ ഈ സയൻസ് സബ്ജക്റ്റുകൾ കൂടുതൽ ഓപ്ഷണലായിട്ട് പഠിപ്പിക്കുന്നില്ല. കൂടുതൽ പഠിപ്പിക്കുന്ന ഏതൊക്കെയാണ്? ഈ സോഷ്യോളജി ഉണ്ടാവും, PSIR ഉണ്ടാവും, ജോഗ്രഫി ഉണ്ടാകും, ദെൻ ഹിസ്റ്ററി ചില സ്ഥലത്ത് മാത്രമുണ്ട്. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതൽ. പിന്നെ മലയാളം പോലെയുള്ള സബ്ജക്റ്റുകളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ 4ാമത്തെ മിത്ത് വല്ലാണ്ട് കേൾക്കാൻ ചാൻസ് ഇല്ല. 3ാമത്തെ മിത്ത് നോക്കിക്കേ, ഡിഗ്രി ഏതാണോ പഠിച്ചത് അത് തന്നെ എടുക്കുന്നതല്ലേ നല്ലത്. ഡിഗ്രി തന്നെ എങ്ങനെയൊക്കെ കഴിഞ്ഞതായിരിക്കാം ചിലപ്പോൾ നമ്മള്. അതുകൊണ്ട് PG വേറെ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്. ദ പോയിന്റ് ഇസ് ദാറ്റ് ഡിഗ്രി ഏത് എടുത്തു എന്നുള്ളതിനേക്കാൾ അപ്പുറത്തോട്ട് നിങ്ങൾ ഏറ്റവും നല്ല കംഫർട്ടബിൾ ആയിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നത് ഏത്, പാഷനബിളി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത് ഏത്, നിങ്ങൾക്ക് കുറച്ചുകൂടി പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഏത്, ഏറ്റവും കൂടുതൽ ഗൈഡൻസ് കിട്ടാൻ വേണ്ടി പോകുന്നത് ഏത്, ഇങ്ങനത്തെ കുറച്ച് കണ്ടീഷൻസ് നമ്മൾ നോക്കാം. അത് നമ്മൾ അടുത്തൊരു ഡിസ്കഷനിൽ വരുന്നുണ്ട്. സം വെരി ഇമ്പോർട്ടൻറ്റ് സയന്റിഫിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അത് ഞാൻ ഓരോന്നും ജനറലൈസ് ചെയ്തിട്ട് ഞാൻ അത് പറഞ്ഞുതരും. നിങ്ങളുടെ ഒരു പെർസ്പെക്റ്റീവ്, നിങ്ങൾ ഓരോരുത്തരും ആസ്പിരൻസ് ആണ്, നിങ്ങൾ ഓരോരുത്തരും അത് കൃത്യമായിട്ട് ഇത് നിങ്ങൾക്ക് എങ്ങനെ ഉപകാരപ്പെടും എന്നുള്ള രീതിയിൽ ചിന്തിക്കണം. സോ ആഫ്റ്റർ ഡിസ്കസിങ് ഓൾ ദീസ് 5 myths,
നമ്മൾ റിയാലിറ്റി പറയുന്നത് ഇത്രയേ ഉള്ളൂ. ബെസ്റ്റ് ഓപ്ഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഡിഫറെന്റ് കളർ ഉപയോഗിക്കുകയാണ് കേട്ടോ. ബെസ്റ്റ് ഓപ്ഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശ്രദ്ധിക്കുക, ഇത് അടിവരയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ് ആണ്. ഈസ് ദ വൺ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്. നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നിട്ട് നിങ്ങൾ അത് പോയി പഠിച്ചാലുണ്ടാകും, അതെന്നെ സംഭവിക്കാം. സോ വൺ ദാറ്റ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്, യു ആർ ഏബിൾ ടു റിവൈസ് ദാറ്റ് പ്രോപ്പർലി ആൻഡ് റീപ്രൊഡ്യൂസ് ഇൻ എക്സാംസ് ഇഫക്റ്റീവ്ലി. ഇവിടെ കണ്ടോ, ഇവിടെ കേൾക്കുക മാത്രമല്ല, അത് നമുക്ക് റിവൈസ് ചെയ്യാൻ പറ്റണം, അത് എക്സാമിൽ നമുക്ക് എഴുതി തെളിയിപ്പിക്കാനും പറ്റണം. ഇങ്ങനെ നമുക്ക് പറ്റുന്നുണ്ടോ? അത് നിങ്ങൾക്ക് ഏതാണോ പറ്റുന്നത് അതാണ് നിങ്ങളുടെ ബെസ്റ്റ് ഓപ്ഷനിൽ നിന്നേ. ഞാനിപ്പോ ഈ സെഷനിൽ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും, അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും, നിങ്ങൾ എല്ലാവരും ഞാൻ പറയാൻ വേണ്ടി പോകുന്ന ഒരു ഓപ്ഷണലിന്റെ ആൾക്കാരായിരിക്കില്ല, ഡിഫറെന്റ് ആയിരിക്കും. കാരണം ദാറ്റ് ഈസ് ബെസ്റ്റ് ഫോർ യു. അപ്പൊ നിങ്ങൾക്ക് ഏതാണോ ബെസ്റ്റ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കലാണ് ഒരു ആസ്പിരന്റ് എന്ന രീതിയിൽ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. അതാണ് ഞാൻ ഇനി പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. സോ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ ഓപ്ഷണൽ സബ്ജക്റ്റിന് ചുറ്റുപറ്റിയുള്ള കുറച്ച് മിത്തുകൾ, അതാണ് ഇപ്പൊ നമ്മൾ ജനറലി പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് അത് ഓക്കെ ആണല്ലോ? പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? വെയിറ്റിംഗ് ഫോർ യുവർ റെസ്പോൺസ്. യെസ്, താങ്ക് യു, ഫൈൻ, ഓക്കെ. എന്നാ ബാക്കി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതില് സയന്റിഫിക് അപ്രോച്ച് ടു സെലക്ട് ഓപ്ഷൻ. ഞാൻ ഈ പറയുന്ന അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ഒരു ന്യൂട്രൽ പെർസ്പെക്റ്റീവിൽ നിന്ന് ആലോചിക്കുക. എന്നിട്ട് അത് എല്ലാത്തിനും രണ്ട് വശങ്ങളുണ്ട്. ഒരു പോസിറ്റീവ് സൈഡ് ഉണ്ടാകും, നെഗറ്റീവ് സൈഡ് ഉണ്ടാകും. അപ്പൊ നിങ്ങൾ ആ രീതിയിൽ ആലോചിക്കണം. ഐ എം ജസ്റ്റ് സേയിങ് സം വെരി ഇമ്പോർട്ടന്റ് സയന്റിഫിക് അപ്രോച്ച് ടു സെലക്ട് ഓപ്ഷണൽ. ഒന്നാമത്തത് അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ആണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ എന്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞത് BA MA ഹിസ്റ്ററിയിലാണ്. ഞാൻ പോയിട്ട് ഏതെങ്കിലും ഒരു സയൻസ് സബ്ജക്റ്റ് ഓപ്ഷനിൽ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും? ഞാൻ കുറച്ച് വിയർക്കും. കാരണം എന്താ? കഴിഞ്ഞ 3 മുതൽ 5 വർഷം വരെ എനിക്ക് ഇതുമായിട്ടൊരു ടച്ചും ഇല്ല. അതുകൊണ്ട് എനിക്കത് മനസ്സിലാക്കാൻ ഞാൻ ചിലപ്പോൾ ശ്രമിക്കുമായിരിക്കാം. ശ്രമിച്ചു കഴിഞ്ഞിട്ടും എത്തുന്നില്ല എങ്കിൽ ഐ ഹാവ് ടു ചേഞ്ച് ദാറ്റ് വൺ. സോ ദ പോയിന്റ് ഇസ് ദാറ്റ് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു സബ്ജക്ട് നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഹിസ്റ്ററി പഠിച്ച എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പൊളിറ്റിക്കൽ സയൻസ് ഓപ്ഷൻ എടുക്കാൻ ചെറിയ സ്കോപ്പ് ഉണ്ട്. കാരണം രണ്ട് സബ്ജക്റ്റും നമ്മൾ കുറച്ച് ഓവർലാപ്പിംഗ് വരാൻ ചാൻസ് ഉണ്ട്. ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ളതാണ് പൊളിറ്റിക്കൽ സയൻസിന്റെ ഇൻവോൾവ്മെന്റ്, സോഷ്യോളജിയിൽ കുറച്ച് ഇൻവോൾവ്മെന്റ് അങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഒരു മദർ സബ്ജക്റ്റ് ആണ്. ആ മദർ സബ്ജക്ട് പഠിച്ച ഒരാളായത് കൊണ്ട് തന്നെ എനിക്ക് പൊളിറ്റിക്കൽ സയൻസ് കുറച്ചുകൂടെ പെട്ടെന്ന് മനസ്സിലാക്കാം, സോഷ്യോളജി കുറച്ചുകൂടെ മനസ്സിലാക്കാം, ജോഗ്രഫി കുറച്ചുകൂടെ മനസ്സിലാക്കാം എന്നുള്ളൊരു ഐഡിയ ഉണ്ട്. ഇക്കണോമി കുറച്ചുകൂടെ മനസ്സിലാക്കാം എന്നുള്ളത്. അപ്പൊ നിങ്ങളുടെ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട്, ഇപ്പൊ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഡിഫറെന്റ് സബ്ജക്റ്റുകൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ നിങ്ങളുടെ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടുമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന സബ്ജക്റ്റുകൾ ഒരു പക്ഷെ നിങ്ങൾക്ക് നല്ല ഹെൽപ്ഫുൾ ആകും, മാറും. അത് എപ്പോ? നിങ്ങൾ നിങ്ങളുടെ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് വൃത്തിക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ. ഞാൻ ഫോർ എക്സാമ്പിൾ, ഞാൻ ബിടെക്കുകാരനാണെന്ന് വിചാരിക്കാം. ബിടെക് എങ്ങനെയൊക്കെയോ ഗ്രാജുവേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ബിടെക്കും ആ സബ്ജക്റ്റായിട്ട് ഒരു ബന്ധം വേണ്ട എന്നുള്ളത് കൊണ്ടാ ഞാൻ UPSC പോലുള്ള സിവിൽ സർവീസിലോട്ട് വന്നെന്ന് തോന്നുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, ബിടെക് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിന്റെ ഏതെങ്കിലും ഒരു പോർഷൻ നിങ്ങൾ ഓപ്ഷനായിട്ട് ചൂസ് ചെയ്യാൻ പോകുന്നില്ല. അപ്പൊ നിങ്ങൾ ചൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിരിക്കും കുറച്ചുകൂടെ ആർട്ട് സബ്ജക്റ്റ് ആയിരിക്കും. കാരണം ബിടെക്കാർക്ക് എന്തും പോകും. അതൊരു യൂണിവേഴ്സൽ തിയറി ആയിട്ട് കിടക്കുന്ന ഒരു സംഗതിയാണ് അല്ലെ. ബിടെക്കാർക്ക് എല്ലാം പറ്റും എന്ന് പറയുന്നത്. അവർക്ക് ഹിസ്റ്ററി പഠിക്കാൻ പെട്ടെന്ന്, സോഷ്യോളജി പഠിക്കാം, ജോഗ്രഫി പഠിക്കാം. കാരണം എന്താ? അവരുടെ ബ്രെയിൻ അതിനേക്കാൾ വലുത് പഠിച്ചു വെച്ചതാ. ഇനി സിമ്പിൾ ആയിട്ടുള്ള സംഗതിയിലോട്ട് പോകാം എന്നുള്ളത് കൊണ്ട്. സോ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഒരു സംഗതി നിങ്ങൾക്ക് എത്രമാത്രം ഹെൽപ്ഫുൾ ആകും. ഐ എം ജസ്റ്റ് യൂസിങ് ദി വേർഡ് എത്രമാത്രം, ഹൗ മച്ച് ദാറ്റ് ഈസ് ഗോയിങ് ടു ഹെൽപ്പ് യു എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഇംഗ്ലീഷ് എടുത്തിരിക്കുന്ന ആൾക്കാരുണ്ട്, അതേപോലെ ഇക്കണോമി പറഞ്ഞ ആൾക്കാരുണ്ട്, സയൻസ് സബ്ജക്ട് പറഞ്ഞ ആൾക്കാരുണ്ട്. ഇത് നിങ്ങൾ ഒരു ഓപ്ഷണൽ സബ്ജക്റ്റിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇത് നിങ്ങൾക്ക് എത്രമാത്രം ഉപകാരപ്പെടാം എന്നുള്ളതിനെ കുറിച്ച് ഒന്ന് ആലോചിക്കണം. ദാറ്റ് ഈസ് സംതിങ് വെരി ഇമ്പോർട്ടന്റ്. അതാണ് അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ ഓപ്ഷണൽ ലിങ്ക് ചെയ്യുന്ന കാര്യം. രണ്ടാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇൻട്രസ്റ്റ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്. ഞാൻ ഇപ്പൊ നിങ്ങളോട് നിർബന്ധിച്ചിട്ട് പറയാണ്, സ്പാർട്ടൻസിന്റെ കീഴിൽ ഹിസ്റ്ററി ഓപ്ഷനിൽ നടക്കുന്നുണ്ട്. ഗായ്സ് ഇവിടെ വന്നോ ഞാൻ എങ്ങനെയെങ്കിലൊക്കെ പഠിപ്പിച്ച എന്ന് പറയുന്നതിനേക്കാളും നിങ്ങൾക്ക് ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റില് കുറച്ചെങ്കിലും പാഷൻ ഉണ്ടോ എന്നാണ് ആദ്യം ഞാൻ ഐഡന്റിഫൈ ചെയ്യേണ്ടത് ആസ് എ മെന്റർ.
ഓക്കെ, ആസ് എ ഓപ്ഷണൽ ഫാക്കൽറ്റി. അപ്പൊ ഞാനത് ഐഡന്റിഫൈ ചെയ്തിട്ട് ഓക്കെ നിനക്ക് ഹിസ്റ്ററി വായിക്കുന്നുണ്ട്, നിനക്ക് അത് പറ്റും എന്ന് തോന്നുവാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിലൊരു ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ യു കൻ ടേക്ക് ദാറ്റ് വൺ. നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് പോയിട്ട് നിങ്ങൾ ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ, നിങ്ങൾ ആക്ച്വലി വെറുതെ ഒരു സൈക്കോളജി അല്ലെങ്കിൽ ഫിലോസഫി, കേൾക്കുമ്പോൾ നല്ല രസമുണ്ട് പേരുകൾ തമ്മിൽ, സൈക്കോളജി, ഫിലോസഫി, അതുകൊണ്ട് അത് എടുക്കാം എന്ന് വിചാരിച്ച് പോയിട്ട് പെടാൻ നിൽക്കുന്ന ആൾക്കാരും ഉണ്ടായേക്കാം. സോ ദ പോയിന്റ് ഇസ് ദാറ്റ് നിങ്ങളുടെ ഇൻട്രസ്റ്റ് എവിടെ കിടക്കുന്നു, നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡ്, ആ സബ്ജക്റ്റുമായിട്ടുള്ള നിങ്ങളുടെ അഭിരുചി. ഒരു പക്ഷെ നിങ്ങൾക്ക് ഒരുപാട് ചരിത്രത്തിലുള്ള സംഭവങ്ങൾ, കഥകൾ കേൾക്കാൻ താല്പര്യമുള്ള ആൾക്കാരായിരിക്കും. നിങ്ങൾ ഹിസ്റ്ററി എന്ന് പറയുന്ന സബ്ജക്ട് എടുക്കുക. നിങ്ങൾ സൊസൈറ്റിയിൽ നടക്കുന്ന പല കാര്യങ്ങളുണ്ട്, നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും കാര്യങ്ങളും, അതിനെക്കുറിച്ച് പഠിക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരായിരിക്കും. നിങ്ങൾ സോഷ്യോളജി എടുക്കുക. നിങ്ങൾ പൊളിറ്റിക്കൽ സയൻസും ഇന്റർനാഷണൽ റിലേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, കുറച്ചുകൂടെ ഇന്റർനാഷണൽ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാം, നമുക്ക് ക്യൂബിയെ കുറിച്ച് സംസാരിക്കാം എന്ന് പറയുന്ന പോലെ വലിയ വലിയ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ PSIR എടുക്കുക. നമുക്ക് മണ്ണിനെയും പ്രകൃതിയെയും ഈ ഭൂമിയുടെ ഒരു സയൻസിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യാൻ ജോഗ്രഫി എടുക്കാം. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും ഒരു ടേസ്റ്റ് ഉണ്ടാവും. ആ ടേസ്റ്റിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ ഓപ്ഷനിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇത് രണ്ടും ഏകദേശം ഓക്കെ ആയി. ഇനി മൂന്നാമത്തേതാണ്, നിങ്ങൾ ഏതെടുത്താലും മേക്ക് ഷുവർ ദാറ്റ് യുവർ അവൈലബിലിറ്റി ഓഫ് ദ റിസോഴ്സസ്. നിങ്ങളെ ഇത് ചുമ്മാ കേട്ടു പോകുന്ന ഒരു സബ്ജക്റ്റ് അല്ല ഏതും. നിങ്ങൾ അത് ഒരു 6 മാസത്തെ മാക്സിമം പ്രിപ്പറേഷൻ കഴിഞ്ഞാൽ നിങ്ങൾ അത് എക്സാമിനേഷനിൽ നിങ്ങൾക്ക് റിഫ്ലക്ട് ചെയ്യാൻ പറ്റണം. അത് പറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അതിന് കൃത്യമായിട്ടുള്ള ഒരു നോട്ട് വേണം. ആ നോട്ട് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ നിങ്ങൾ എടുക്കുന്ന ഓപ്ഷൻ സബ്ജക്റ്റ് ഏതുമായിക്കൊള്ളട്ടെ, അതിന് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള റിസോഴ്സുകൾ അവൈലബിൾ ആണോ, സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറയുന്ന ബുക്കുകൾ അവൈലബിൾ ആണോ, നോട്ടുകൾ അവൈലബിൾ ആണോ, മോർ ഇമ്പോർട്ടൻ്റ്ലി പുസ്തകമൊക്കെ നമുക്ക് വേണമെങ്കിൽ ആമസോണിന്നോ ഫ്ലിപ്കാർട്ടിന്നോ ഇനിയിപ്പോ ടെലിഗ്രാം വഴി ഏതെങ്കിലും PDF ഒപ്പിച്ചിട്ടോ നമുക്ക് കിട്ടുമായിരിക്കാം. പക്ഷെ അത് പോരാ. കാരണം വായിച്ച് തീർക്കലല്ല പ്രിപ്പറേഷൻ. പ്രിപ്പറേഷൻ ഈസ് ഓൾ അബൌട്ട് നിങ്ങൾ വായിക്കുന്നു, പഠിക്കുന്നു, റിവൈസ് ചെയ്യുന്നു, അത് എഴുതിയിട്ട് നിങ്ങൾ റിഫ്ലക്ട് ചെയ്യുന്നു. കാരണം അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ എഴുത്താണ് നിങ്ങൾക്ക് മാർക്ക് ഫെച്ച് ചെയ്ത് തരാൻ വേണ്ടി പോകുന്നത്. സോ ഗൈഡൻസ് ഈസ് സംതിങ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ആ ഗൈഡൻസ് ടെസ്റ്റ് സീരീസുമായിട്ട് ലിങ്ക് ചെയ്യുമ്പോൾ കുറച്ചുകൂടി നല്ലതാണ്. ഗൈഡൻസ് ടെസ്റ്റ് സീരീസുമായിട്ട് ലിങ്ക് ചെയ്യുമ്പോൾ കുറച്ചുകൂടി നല്ലതാണ്. അപ്പൊ ആ രീതിയിൽ ഒന്ന് മനസ്സിലാക്കി വെക്കുക. സോ വൺസ് അഗെയിൻ, നിങ്ങളുടെ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ എത്രമാത്രം ഒരു ഓപ്ഷണൽ സബ്ജക്ട് ചൂസ് ചെയ്യാൻ വേണ്ടി നിങ്ങളെ സഹായിക്കുന്നു എന്നുള്ള കാര്യം. 2, നിങ്ങൾക്ക് ആ ഓപ്ഷനിൽ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം അതിനോട് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ളത്. മൂന്നാമത്തത്, നിങ്ങൾ അത് ചൂസ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് അതിന് കൃത്യമായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ലഭ്യമാണോ, നിങ്ങൾക്ക് ഒരു മെന്റർ നിങ്ങളെ സഹായിക്കാനുണ്ടോ, നിങ്ങളുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഗ്രോത്ത് പ്രോഗ്രസ് നിങ്ങളെ കണക്കാക്കി തരാൻ ആ മെന്റർ നിങ്ങൾക്ക് കാപ്പബിൾ ആണോ, ദെൻ നിങ്ങൾ അതിന് സപ്പോർട്ട് ചെയ്യുന്ന വല്ല ടെസ്റ്റ് സീരീസ് പ്രോഗ്രാം ഉണ്ടോ നിങ്ങളുടെ എഴുത്തിനെ ഇംപ്രൂവ് ചെയ്യിപ്പിക്കാൻ. ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ടേ ഇരിക്കണം. അല്ലെങ്കിൽ ചോദ്യം ചോദിക്കുക തന്നെ വേണം. കാരണം അതാണ് നിങ്ങളെ സഹായിക്കുന്നത്. അത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നിങ്ങൾ നോക്കേണ്ട ചില കാര്യങ്ങളാണ്, സിലബസ് നോക്കുക, പാസ്റ്റ് ഇയർ പേപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ PYQs എടുത്ത് നോക്കുക. എന്നിട്ട് അനലൈസ് ദാറ്റ് ദർ ഓവർലാപ്പ് വിത്ത് GS ആൻഡ് ഇവാലുവേറ്റ് ദ സ്കോറിംഗ് പൊട്ടൻഷ്യൽ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ടെർമിനോളജിയാണ്. ഇത് ഞാൻ നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റിന്റെ എക്സാമ്പിൾ എടുത്ത് ഡീറ്റെയിൽഡ് പറഞ്ഞുതരാം. ഓവർലാപ്പ് എന്ന് പറയുന്ന ഒരു കീവേഡ്, ഇത് ഓപ്ഷനിൽ എടുക്കുന്ന ആൾക്കാർക്ക് വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഓവർലാപ്പ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ മലയാളം എന്ന് പറയുന്ന ഒരു സബ്ജക്ട് ഓപ്ഷണൽ ആയിട്ട് എടുക്കുകയാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് മലയാളം നിങ്ങളുടെ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടോ? ഇനി വേണ്ട, അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടിൽ ഇല്ല, പക്ഷെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ മലയാളം എടുക്കണം. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷെ അതേ സമയത്ത് നിങ്ങൾക്ക് മലയാളത്തിനോട് പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല എന്ന് വിചാരിക്കാം. അപ്പൊ മലയാളം എടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. നിങ്ങൾക്ക് അത് എക്സ്ട്രാ ബേർഡൻ ആയിട്ടിരിക്കും. പക്ഷെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ആ കീവേഡ് ഉണ്ടല്ലോ, ഇൻട്രസ്റ്റ്, നിങ്ങൾക്ക് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത് നോക്കേണ്ട ഒരു കാര്യമാണ് ഹൗ മച്ച് ദാറ്റ് ഈസ് ഗോയിങ് ടു ഓവർലാപ്പ് വിത്ത് യുവർ സബ്ജക്ട്. നമുക്ക് GS എന്ന് പറയുന്ന വലിയൊരു സബ്ജക്റ്റിന്റെ ലിസ്റ്റ് ഉണ്ട് അല്ലെ. പ്രിലിംസിനും മെയിൻസിനുമായിട്ട് നമുക്ക് GS എന്ന് പറയുന്ന ഒന്നുണ്ട്. അതുമായിട്ട് എത്രമാത്രം ഓവർലാപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നോക്കുന്നത് വളരെ നന്നാകും. ഫോർ എക്സാമ്പിൾ, മലയാളം എന്ന് പറയുന്നത് നിങ്ങൾ പഠിക്കുകയാണെന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് പ്രിലിംസിന് മലയാളം ആവശ്യമുണ്ടോ? ഇല്ല. മെയിൻസിന് മലയാളം ആവശ്യമുണ്ടോ? മെയിൻസിന്റെ GSന് ആവശ്യമില്ല, ഓപ്ഷണൽ ആവശ്യമുള്ളൂ. ഇന്റർവ്യൂവിന് ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോ നിങ്ങൾ പഠിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ എഫേർട്ട് എടുക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ് മലയാളം എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക്, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, നിങ്ങൾക്ക് മലയാളം എന്ന് പറയുന്ന ഒരു ഭാഷയോടും മലയാളത്തിന്റെ സാഹിത്യത്തിനോടും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് എടുക്കാൻ വേണ്ടി അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ വേണ്ടി ശ്രമിക്കുകയും വേണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ആ ഒരു കാര്യം അറിഞ്ഞിരിക്കുക.
അപ്പൊ അതാണ് നമ്മൾ പറയുന്നത് മലയാളം എന്ന് പറയുന്ന ഒരു സബ്ജക്ട് അങ്ങനെ നിങ്ങൾ നോക്കാം. ഇനി അതേ സമയത്ത് നിങ്ങൾ വേറെ നോക്കുന്നത് ലൈക്ക് നിങ്ങൾ സോഷ്യോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്ട് നോക്കുകയാണെന്ന് വിചാരിക്കും. സോഷ്യോളജി എന്ന് പറയുന്നതും ഏകദേശം ഇതേ കേസാണ്. നിങ്ങൾക്ക് GS ആവശ്യമുണ്ടോ? പ്രിലിംസിന് ആവശ്യമില്ല. മെയിൻസിലോട്ട് ആവശ്യമുണ്ടോ? പേപ്പർ 1 GS പേപ്പർ 1 ചെറിയൊരു ഭാഗം മാത്രം, ഒരു 3-4 ക്വസ്റ്റ്യൻസ് സോഷ്യോളജി എന്ന് ചോദിച്ചേക്കാം. അവിടെ കുറച്ച് ആവശ്യമുണ്ട്, പിന്നെ ഓപ്ഷണൽ. അപ്പൊ ഓവർലാപ്പിംഗ് എന്ന് പറയുന്നത് വളരെ വെരി ലെസ് ആണ് ആര്? മലയാളം. ലെസ് ആണ് ആര്? സോഷ്യോളജി. അപ്പൊ ഇനി ഈ ഓവർലാപ്പിംഗ് കൂടുതൽ വരാൻ ചാൻസ് ഉള്ള സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ്? അത് ഹിസ്റ്ററി, കാരണം നിങ്ങൾക്ക് പ്രിലിംസിന് ഫുള്ള് പഠിക്കണം. ജോഗ്രഫി, പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് ഇന്റർനാഷണൽ റിലേഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഓവർലാപ്പിംഗ് എലമെന്റിൽ വരുന്നത്. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അങ്ങനെ ഓവർലാപ്പിംഗ് വരുന്ന സബ്ജക്റ്റുകളുടെ PYQs എടുത്ത് നോക്കുക. അതിൽ ഏറ്റവും കൂടുതൽ ചേഞ്ച് വരാൻ ചാൻസ് ഉള്ളത് PSIR ആണ്. കാരണം PSIR നല്ലൊരു ശതമാനം കറണ്ട് അഫയേഴ്സ് വരികയും അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയും ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണത് PSIR എന്ന് പറയുന്നത്. ഓക്കെ, അതേസമയത്ത് നിങ്ങൾ ഹിസ്റ്ററി ആണ് എടുക്കുന്നതെങ്കിൽ ഹിസ്റ്ററിയിൽ there is no current affairs, ഓൺലി റിപ്പീറ്റിംഗ് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് ഓരോന്ന് വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഓരോ സബ്ജക്റ്റിനും ഓരോ രീതിയിൽ അതിൻ്റെ ആയിട്ടുള്ള പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട എന്താണ്? നിങ്ങളുടെ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടുമായിട്ട് നിങ്ങളുടെ ഇൻട്രസ്റ്റ്, ദാറ്റ് ഈസ് സംതിങ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ നിങ്ങൾ ചൂസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു മെന്റർ, അവരിൽ നിന്ന് കിട്ടുന്ന നോട്ട്സ്, ഗൈഡൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ലിങ്ക് ചെയ്തിട്ട് വേണം ഫൈനലി ഒരു ഓപ്ഷനിൽ ചൂസ് ചെയ്യാൻ വേണ്ടി. അല്ലാതെ ഒറ്റയടിക്ക് പോയിട്ട് ഞാൻ ഇന്നത് എടുത്തിരിക്കുന്നു കാരണം ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന PSM ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇതാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് നിങ്ങൾ എടുക്കാൻ നിൽക്കരുത്. അത് നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ റിഗ്രറ്റ് അടിക്കും. അതാണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. ആ രീതിയിലൊന്ന് മനസ്സിലാക്കി വെക്കാം. ഇൻ ബിറ്റ്വീൻ ഒരാൾ ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്, സർ എനിക്ക് മലയാളത്തിന് 10 +2 ഫുൾ മാർക്ക് ആയിരുന്നു. മലയാളത്തിലെ 10 +2 അല്ല ഓപ്ഷനിലോട്ട് വരുമ്പോൾ. അപ്പോ ആ ഒരു താല്പര്യം ഉള്ള ഒരാളാണെങ്കിൽ ജസ്റ്റ് ട്രൈ ടു എൻക്വയർ മോർ അബൌട്ട് ദിസ് ഓപ്ഷണൽ. മലയാളം ഓപ്ഷനിലെ സിലബസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഡൗൺലോഡ് ചെയ്യേണ്ടി പറ്റും. ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി. ഓക്കെ, എന്നിട്ട് അതിന്റെ പോസിബിലിറ്റീസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയേക്ക് നിങ്ങൾ കൊണ്ട് എത്രമാത്രം പറ്റും എന്നുള്ളത്. ഏകദേശം 22ഓളം പുസ്തകങ്ങൾ വെച്ചിട്ടാണ് മലയാളം ഓപ്ഷനിൽ റൺ ചെയ്യുന്നത്. 22ഓളം പുസ്തകങ്ങൾ വെച്ചിട്ട്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നിങ്ങൾക്ക് അത് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ വേണ്ടി ശ്രമിക്കുക, എന്നിട്ട് ചൂസ് ചെയ്യാം. ഇതാണ് ബേസിക്കലി ചെയ്യേണ്ടത്. ഫൈൻ. നൗ അഞ്ചാമത്തെ പോയിന്റ് ആണ് പെർഫോമൻസ് ഓഫ് ടോപ്പേഴ്സ്. ഇതും കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ടോപ്പേഴ്സിന്റെ മാർക്ക് വരുന്നത് ഏതിലാണ് എന്നുള്ളത് കൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റണം. പെർഫോമൻസ് ഓഫ് ടോപ്പേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ പല സമയത്ത് പലതാണ് വരാറുള്ളത്. അതിന്റെ ഒരു ഗ്രാഫും ഐഡിയക്ക് ഞാൻ ഇൻ ബിറ്റ്വീൻ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് 1, 2, 3, 4 എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ഒന്ന്, നിങ്ങളുടെ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടുമായിട്ട് എത്രമാത്രം സ്യൂട്ടബിൾ ആകാൻ പോകുന്നുണ്ട്, നിങ്ങൾക്ക് എത്രമാത്രം അത് പാഷനബിളി ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എത്രമാത്രം റിസോഴ്സ്ഫുള്ളി നിങ്ങൾക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടും, ആൻഡ് ഫൈനലി സിലബസും PYQs എടുത്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എത്രമാത്രം അത് ക്യാച്ച് ചെയ്യാണ്, നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങും എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിന്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു ഓവർലാപ്പിംഗ് എന്ന് പറയുന്ന കീവേഡ്. ആ ഓവർലാപ്പിംഗ് വെച്ചിട്ട് ഞാൻ ഇവിടെ കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓവർലാപ്പിംഗ് എന്ന് പറയുന്ന ഒരു സബ്ജക്ട് നിങ്ങൾ ഓപ്ഷനായിട്ട് ചൂസ് ചെയ്യുമ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട ബെനിഫിറ്റുകളാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഞാനിവിടെ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഒരു കേസ് സ്റ്റഡി ആയിട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ കേസ് സ്റ്റഡി ആയിട്ടാണ് പറയുന്നത്. ഞാൻ അതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾ അതേ സമയത്ത് ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പൊ മലയാളത്തിന്റെ ഒരു ആളുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ മലയാളം എന്ന് പറയുന്നത് ഈ ഒരു രീതിയിൽ വരുന്നുണ്ടോ എന്ന് നോക്കുക. ജോഗ്രഫിയുടെ ആൾ അങ്ങനെ നോക്കുക, PSIRന്റെ ആൾ അങ്ങനെ നോക്കുക, സോഷ്യോളജിയുടെ ആൾക്കാർ അങ്ങനെ നോക്കുക, ഇംഗ്ലീഷിന്റെ ആൾക്കാർ അങ്ങനെ നോക്കുക, എത്രമാത്രം വരുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു ഓവർലാപ്പിംഗ് വരുമ്പോൾ നിങ്ങളുടെ സിലബസിന്റെ ഭാരം കുറച്ചുകൂടെ കുറഞ്ഞു കിട്ടും. കാരണം എന്താ? നിങ്ങൾ ഓൾറെഡി അത് പ്രിലിംസിനും മെയിൻസിനും ഒക്കെ ഓൾറെഡി പഠിച്ച് സെറ്റ് ആയിട്ടുണ്ടാവും. പക്ഷെ അതർ സബ്ജക്റ്റുകൾ ലൈക്ക് ലിറ്ററേച്ചർ എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? അത് നിങ്ങൾ എക്സ്ട്രാ കൊടുക്കേണ്ട ഒരു എഫേർട്ട് ആണ് എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞാൽ മതി. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ട് പഠിച്ചോളൂ, കുഴപ്പമില്ല. അപ്പൊ ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഹിസ്റ്ററി എന്ന് പറയുന്നത് എങ്ങനെയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്, നിങ്ങൾക്ക് പ്രിലിംസിന് ഹിസ്റ്ററി പഠിക്കാനുള്ളത് ആൻഷ്യന്റ് ഇന്ത്യ, മിഡീവൽ ഇന്ത്യ, മോഡേൺ ഇന്ത്യ. ഇത് UPSC പരീക്ഷ എഴുതുന്ന 10 ലക്ഷം ആസ്പിറൻസിന് ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ കൂട്ടത്തിൽ അതിന്റെ കൾച്ചറും. മെയിൻസിലോട്ട് വരുന്ന സമയത്ത് ഈ കൾച്ചറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കപ്പെടുകയും പ്ലസ് മോഡേൺ വേൾഡ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിന് ഇമ്പോർട്ടൻസ് വരികയും ചെയ്യും. കൾച്ചർ, മോഡേൺ വേൾഡ് പ്ലസ് മോഡേൺ ഇന്ത്യ, ഇതാണ് മെയിൻസിലോട്ട് വരുന്നത്. ഓക്കെ, മെയിൻസിലോട്ട് വരാൻ വേണ്ടി പോകുന്നത് ഇങ്ങനെയാണ് ബേസിക് അണ്ടർസ്റ്റാൻഡിങ്. ഇത്
ഞാൻ പറഞ്ഞിരിക്കുന്ന ഈ ഒരു കാര്യം ഉണ്ടല്ലോ, ഇത് ഓപ്ഷണൽക്കാരായ ആൾക്കാരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ UPSC എഴുതുന്ന ഒരു ആസ്പിരന്റ് ആണോ, ആ ആസ്പിരന്റ് എന്ന രീതിയിൽ നിങ്ങൾക്ക് പ്രിലിംസ് എഴുതുമ്പോൾ ആൻഷ്യൻ ഇന്ത്യ, മിഡീവൽ ഇന്ത്യ, മോഡേൺ ഇന്ത്യ, കൾച്ചർ ഇമ്പോർട്ടന്റ് ആണ്. മെയിൻസ് എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് മോഡേൺ ഇന്ത്യ, ആൻഷ്യൻ മിഡീവലിന്റെ കൾച്ചർ, മോഡേൺ വേൾഡ് ഇത് നിർബന്ധമാണ്. ഇത് എല്ലാ ആസ്പിരൻസിനും കോമൺ ആയിട്ട് വരുന്നതാണ്. ഇതിനെ വിളിക്കുന്ന പേരാണ് ഓവർലാപ്പിംഗ്. പ്രിലിംസിൽ മാത്രം ഇത് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു 15% നിങ്ങൾക്ക് ഇത് ആവശ്യമാണ്. അതായത് 100 ക്വസ്റ്റ്യൻസിൽ ഒരു 15ഓളം ക്വസ്റ്റ്യൻസ് മിനിമം നിങ്ങൾക്ക് ഹിസ്റ്ററി ആൻഡ് കൾച്ചർ റിലേറ്റ് ചെയ്തിട്ട് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഈച്ച് ആൻഡ് എവറി ഇയർ. അപ്പൊ ഒരു 15% അതാണ് വരുന്നത്. മെയിൻസിലോട്ട് വരുന്ന സമയത്ത് GS പേപ്പർ 1 അതിൽ നിങ്ങൾക്ക് 20 ക്വസ്റ്റ്യൻസ് ഉള്ളിടത്ത് നിങ്ങൾക്ക് ഏകദേശം 8-9 ക്വസ്റ്റ്യൻസ്, 8 മുതൽ 9 ക്വസ്റ്റ്യൻസ്, ദാറ്റ് ഈസ് അറൌണ്ട് 100 മാർക്സ് ഫ്രം 250 മാർക്സ്. അതായത് നിങ്ങൾക്ക് 250 മാർക്കായിരിക്കും GS 1 വരിക, GS 2 ഒക്കെ തന്നെ വരിക. ആ GS 1 ഏകദേശം ഒരു 80 to 100 മാർക്സ് നിങ്ങൾക്ക് അത് ഹിസ്റ്ററി റിലേറ്റ് ചെയ്തിരിക്കുന്ന ടോപ്പിക്കിൽ നിന്നും. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഓപ്ഷണൽ ഹിസ്റ്ററി പഠിക്കുന്ന ഒരാളുടെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അയാൾ പ്രിലിംസിന് വേണ്ടതും മെയിൻസിന് വേണ്ടതും ഓൾറെഡി ഓപ്ഷണൽ ക്ലാസ്സിൽ പഠിച്ചത് കൊണ്ട് തന്നെ അയാൾക്ക് പ്രിലിംസിന് പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് ആൻസർ വേണ്ടി പറ്റും. മെയിൻസിന് GS പേപ്പറിൽ അത്യാവശ്യം നല്ല സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി GS പേപ്പർ 1 മാത്രമാണോ വരുന്നത്? അല്ല, പേപ്പർ 2 പേപ്പർ 3 കോണ്ടെക്സ്റ്റൽ ഹിസ്റ്റോറിക്കൽ നോളജ് നമുക്ക് ആവശ്യം വരും. ഫോർ എക്സാമ്പിൾ പേപ്പർ 2 എന്ന് പറയുന്നത് ഗവേണൻസ്, കോൺസ്റ്റിറ്റ്യൂഷന്റെ ഹിസ്റ്ററിയും ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ്സും കാര്യങ്ങളൊക്കെയാണ്. സോഷ്യൽ ജസ്റ്റിസ്, IR തുടങ്ങിയുള്ള ഭാഗങ്ങളാണ് പേപ്പർ 2 വരുന്നത്. അങ്ങനത്തെ ഏരിയയിലും നമുക്ക് ഹിസ്റ്റോറിക്കൽ നോളജ് നമ്മളെ സഹായിക്കും. എസ്പെഷ്യലി നിങ്ങൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്റർനാഷണൽ റിലേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് GS പേപ്പർ 2 വരുന്നതാണ്. അത് പഠിക്കുമ്പോൾ അതിന്റെ ഒരു വേൾഡ് ഹിസ്റ്ററി നിങ്ങൾ പഠിക്കുകയാണ്. ആ വേൾഡ് ഹിസ്റ്ററി നമ്മൾ ഓൾറെഡി ഓപ്ഷനിൽ കവർ ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് എ ലിങ്ക്. എസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് വേറെ ഒരു 250 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അതിൽ നിങ്ങൾ നോക്കിക്കേ, തീംസ് ലൈക്ക് നാഷണലിസം, ഡെമോക്രസി, റെവല്യൂഷൻസ്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള തീമാറ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അതും നിങ്ങളെ പരീക്ഷയ്ക്ക് സഹായിക്കുന്ന ഒരു ഓപ്ഷൻ സബ്ജക്റ്റ് ആണ് ഹിസ്റ്ററി. ഇത് ഞാൻ ഹിസ്റ്ററിയുടെ കേസാണ് പറയുന്നത്. അപ്പൊ ഹിസ്റ്ററി ഓപ്ഷനിൽ എന്തൊക്കെ പഠിക്കാനുണ്ട്? ഹിസ്റ്ററി ഓപ്ഷനിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് പേപ്പർ 1 ആൻഷ്യന്റ് ആൻഡ് മിഡീവൽ, പേപ്പർ 2 മോഡേൺ ഇന്ത്യ ആൻഡ് മോഡേൺ വേൾഡ്. അതായത് നിങ്ങൾക്ക് എന്താണോ പ്രിലിംസിനും മെയിൻസിനും പഠിക്കാനുള്ളത് അത് തന്നെയാണ് ഓപ്ഷനിൽ പഠിക്കാനുള്ളത്, കുറച്ചുകൂടെ അനലിറ്റിക്കൽ വേയിൽ, നോട്ട് ഫാക്ച്വൽ. ഇത് ഞാൻ വീണ്ടും പറയുന്നു, കാരണം ഒരുപാട് ആസ്പിറൻസിനെ പഠിച്ചപ്പോൾ അവരുടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, സർ പ്രിലിംസിന് ഇത്ര പഠിക്കാനുണ്ടെങ്കിൽ ഓപ്ഷനിൽ ഇതിനേക്കാൾ കൂടുതൽ പഠിക്കാനുണ്ടാവില്ലേ എന്നൊരു ചോദ്യം പലപ്പോഴും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവരോടൊക്കെ ഞാൻ വിത്ത് പ്രൂഫ് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു നേരിട്ട് വരുന്ന സ്റ്റുഡൻസിന്റെ മുന്നിൽ. പ്രിലിംസിന് നിങ്ങൾ ഇങ്ങനെ ഫാക്ട് ആയിട്ട് കുറെ കാര്യങ്ങൾ പഠിച്ചു വെക്കണം, പക്ഷെ ഓപ്ഷനല്ലേ നിങ്ങൾ ഫാക്ട് പഠിക്കുകയേ വേണ്ട, അനലിറ്റിക്കൽ ഐഡിയ മാത്രം മതി എന്നുള്ളത്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഓക്കെ, ആൻഡ് അനദർ വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്, ഇറ്റ് റെഡ്യൂസ് ദ ബർഡൻ ഓഫ് ന്യൂ കോണ്ടന്റ് ഫോർ GS പ്രിപ്പറേഷൻ. നിങ്ങൾ GS പ്രിപ്പറേഷന് വേണ്ടി മാറ്റി വെക്കുന്ന നല്ലൊരു ടൈം ഉണ്ട്, ഒരു 5-6 മാസം ഉണ്ട് ഓപ്ഷണലിന് വേണ്ടി മാറ്റി വെക്കുന്നത്. ആ 5-6 മാസം നിങ്ങൾ ഹിസ്റ്ററി എന്ന് പറയുന്ന ഓപ്ഷനിലാണ് മാറ്റി വെക്കുന്നതെങ്കിൽ അത് ഇതുമായിട്ട് ഓവർലാപ്പ് ചെയ്തിട്ട് ഇങ്ങനെ സിങ്ക് ചെയ്ത് പോകും. അപ്പൊ നിങ്ങൾക്ക് അത്രയും ടൈം നിങ്ങൾക്ക് സേവ് വേണ്ടി പറ്റുന്നതാണ്. ആൻഡ് ഇറ്റ് എൻഹാൻസ് അനലിറ്റിക്കൽ ആൻഡ് റൈറ്റിംഗ് സ്കിൽ ത്രൂ നരേറ്റീവ് സ്ട്രക്ചർ. ഇതാണ് ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിന്റെ ഓവർലാപ്പിംഗ് വിത്ത് GS ആൻഡ് യുവർ UPSC പ്രിപ്പറേഷൻ. ഓക്കെ, അനലിറ്റിക്കൽ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ വിശകലനം ചെയ്യാം, ഫാക്ട് അല്ലാതെ. നമ്മളിപ്പോ ഫാക്ട് പഠിക്കുന്ന സംഗതികൾ ഉണ്ടാവും, അനലിറ്റിക്കൽ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ അതിനെ വിശാലമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. എന്തുകൊണ്ട് രണ്ടാം ലോകമായത് 1939 സെക്കൻഡ് വേൾഡ് വാർ പുറപ്പെട്ടു എന്ന് പറയുമ്പോൾ വൈ ഇറ്റ് ഹാപ്പൻഡ് എന്ന് മനസ്സിലാക്കലാണ് അനലിറ്റിക്കൽ എന്ന് പറയുന്ന ഒരു ആശയം. അപ്പൊ വൈ ഇറ്റ് ഹാപ്പൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയും ജർമ്മനി പോയിട്ട് പോളണ്ടിനെ പിടിച്ചെടുത്തു. അത് മാത്രമല്ല സംഭവം, ജർമ്മനി ഉണ്ട്, ഇറ്റലി ഉണ്ട്, ജപ്പാൻ ഉണ്ട്. അതേസമയത്ത് ബ്രിട്ടനും ഫ്രാൻസിനും ചെയ്ത ചില കാര്യങ്ങൾ. അപ്പൊ ഡിഫറെന്റ് കാര്യങ്ങളിലൂടെ ആ ടോപ്പിക്കിനെ വിശദമായിട്ട് മനസ്സിലാക്കുന്നതിനാണ് നമ്മൾ അനലിറ്റിക്കൽ എന്ന രൂപത്തിലോട്ട് പറയുന്നത് കേട്ടോ. സോ ഇതാണ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ബെനിഫിറ്റ്സ് ദാറ്റ് യു ആർ ഗോയിങ് ടു ഗെറ്റ് ഇഫ് യു ആർ ടേക്കിംഗ് ഹിസ്റ്ററി ആസ് യുവർ ഓപ്ഷണൽ. അത് നിങ്ങളുടെ പ്രിലിംസിനെ സഹായിക്കും, നിങ്ങളുടെ മെയിൻസിൽ GS പേപ്പർ 1 ഡയറക്ട്ലി സഹായിക്കും, പേപ്പർ 2 പേപ്പർ 3 ഇൻഡയറക്റ്റ് എസ്സേയിലും ഡയറക്ട്ലി സഹായിക്കും. ആ രീതിയിലുള്ള ഒരു അപ്രോച്ചാണ് ഹിസ്റ്ററി ഓപ്ഷണലിന് വരാൻ വേണ്ടി പോകുന്നത്. നൗ ഹിസ്റ്ററി ഓപ്ഷണൽ ചൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള കുറച്ച് മറ്റു ഫീച്ചേഴ്സ് കൂടെ പറയാം. കാരണം
സ്പാർട്ടൻസിൽ പ്രൊവൈഡ് ചെയ്യുന്നത് ഹിസ്റ്ററി ഒരു ഓപ്ഷൻ സബ്ജക്റ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. സ്പാർട്ടൻസ് എന്ന് പറയുന്ന ഒരു ഹിസ്റ്റോറിക് ടേം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ചരിത്രത്തിൽ 300 പേരുടെ ഒരു സൈന്യത്തെ വിളിക്കുന്ന പേരാണ് സ്പാർട്ടൻസ് എന്ന് പറയുന്നത്. അതാണ് ഹിസ്റ്ററി ഓപ്ഷണലിന്റെ നമ്മുടെ പേര്. അപ്പൊ ഓപ്ഷണലിന്റെ പ്രത്യേകത ഹിസ്റ്ററിയുടെ ഒരു ക്ലിയർ സിലബസ് ഉണ്ട്. നിങ്ങൾ എന്താണോ ആൻഷ്യൻ ഇന്ത്യ പഠിക്കുന്നത്, മിഡീവൽ ഇന്ത്യ പഠിക്കുന്നത്, മോഡേൺ ഇന്ത്യ പഠിക്കുന്നത്, വേൾഡ് ഹിസ്റ്ററി പഠിക്കുന്നത്, അത് തന്നെയാണ് ഇവിടെയും വരുന്നത്. ക്ലിയർ സിലബസ് ഉണ്ട്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി നോ കറണ്ട് അഫേഴ്സ്. നിങ്ങൾ വേറെ ഏത് ഓപ്ഷൻ എടുക്കുകയാണെങ്കിലും കറണ്ട് അഫേഴ്സിന്റെ ട്രെൻഡും കാര്യങ്ങളും നിങ്ങൾ അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കി വെച്ചേ പറ്റൂ. അത് ഈവൻ സോഷ്യോളജി ആണെങ്കിൽ പോലും സൊസൈറ്റിയിൽ നടക്കുന്ന ഇപ്പോ യൂത്തിന്റെ ഇടയിൽ ജെൻസി എന്ന് പറയുന്ന നമ്മൾ 2K കിഡ്സ് എന്നൊക്കെ പറയാറില്ലേ? അപ്പൊ 2K കിഡ്സിന്റെ ഒരു മനോഭാവം എത്രമാത്രം സോഷ്യൽ സ്ട്രക്ചറിലുണ്ട്, എത്രമാത്രം ഫാമിലിയിലുണ്ട് എന്നൊക്കെ പറയുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. അങ്ങനത്തെ ഒരു സംഗതി ഇല്ലാത്ത സബ്ജക്റ്റ് ആണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. അപ്പൊ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഈസ് മോർ സ്റ്റാറ്റിക് ദാൻ ഡൈനാമിക്. ഡൈനാമിക് അല്ല, കുറച്ചുകൂടെ സ്റ്റാറ്റിക് ആണ്. വൺ ടൈം നിങ്ങൾ പഠിച്ചെടുക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി സഫിഷ്യന്റ് ഫോർ ഈസി റിവിഷൻ ആൻഡ് റീപ്രൊഡക്ഷൻ ആൻഡ് ദ ഈസി അവൈലബിലിറ്റി ഓഫ് മെറ്റീരിയൽ ആൻഡ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ബാങ്ക്സ്. ഇതൊക്കെ നമുക്ക് ഗൂഗിൾ നോക്കി കഴിഞ്ഞാൽ തന്നെ കിട്ടും എന്നുള്ളതാണ്. ഇത് നിങ്ങളുടെ GS1 essay ഇന്റർവ്യൂ പ്രിപ്പറേഷൻ ഒക്കെ സഹായിക്കും. പെർഫെക്റ്റ് ഫോർ സ്റ്റുഡൻസ് വിത്ത് ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ട് ഓർ ഇൻട്രസ്റ്റ് ഇൻ ഹിസ്റ്റോറിക്കൽ അനാലിസിസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ടുള്ള ആൾക്കാർക്ക് ഇത് പെട്ടെന്ന് എടുക്കാം. അത് നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചാലും നിങ്ങൾക്ക് എടുക്കാം, ഇക്കണോമി പഠിച്ചാലും എടുക്കാം. നിങ്ങൾ ഏത് സബ്ജക്ട് എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഹിസ്റ്ററി പെട്ടെന്ന് എടുക്കാൻ വേണ്ടി പറ്റും. ആൻഡ് ഇൻട്രസ്റ്റ് ഇൻ ഹിസ്റ്റോറിക്കൽ അനാലിസിസ്. ഏറ്റവും കൂടുതൽ ബിടെക് അല്ലെങ്കിൽ സയൻസ് സബ്ജക്റ്റിൽ പെട്ട ആൾക്കാരാണ് ഹിസ്റ്ററി പോലുള്ള കാര്യങ്ങൾക്ക് എടുക്കാറുള്ളത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ അവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാക്കാനും പെട്ടെന്ന് അതിന്റെ ഒരു ഇൻട്രസ്റ്റ്, ഒരു ക്യൂരിയോസിറ്റി ഡെവലപ്പ് ചെയ്യും. ഹിസ്റ്ററി പഠിച്ചു വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ക്യൂരിയോസിറ്റി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇഫ് യു ആർ ഹാവിംഗ് സം കൈൻഡ് ഓഫ് ഇൻട്രസ്റ്റ്, എലമെന്റ്സ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഗൈസ് നിങ്ങൾക്ക് ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു സബ്ജക്ട് എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇത് ഹിസ്റ്ററി സബ്ജക്റ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ഫീച്ചേഴ്സാണ് പറഞ്ഞിരിക്കുന്നത്. നൗ ചില മിത്തുകളുണ്ട്. സ്വാഭാവികമായിട്ടുള്ള ഒന്നാണ്, സർ ഹിസ്റ്ററിയുടെ സിലബസ് വളരെ വാസ്റ്റ്, ലോ സ്കോറിംഗ് ആണെന്നാണ് കേട്ടിട്ടുള്ളത് എന്നുള്ള കാര്യം. ഇതിന്റെ ഏകദേശ ഉത്തരം ഓൾറെഡി ഈ ഇത്രയും നേരമുള്ള സെഷനിൽ, കഴിഞ്ഞൊരു 40 മിനിറ്റിന്റെ സെഷനിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഹിസ്റ്ററി എന്ന് പറയുന്നത് ടു വാസ്റ്റ് ആണ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ സിലബസ് തരുമ്പോൾ ഒരിക്കലും UPSCക്ക് ഓപ്ഷനിലെ പേപ്പർ 1 ആൻഷ്യൻ ഇന്ത്യ, മിഡീവൽ ഇന്ത്യ, പേപ്പർ 2 മോഡേൺ ഇന്ത്യ, മോഡേൺ വേൾഡ്, ഇങ്ങനെ തന്നെ ഒരു ഒരൊറ്റ പേജിൽ തരാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ അത് കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതാണ്. പക്ഷേ ആസ് എ ഹിസ്റ്ററി ഫാക്കൽറ്റി ഓഫ് ഓപ്ഷണൽ ഫോർ ദ ലാസ്റ്റ് 2 years ആയിട്ട് നമ്മൾ ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഇവിടെ കൃത്യമായിട്ട് ട്രെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് പറയാണ്, ഹിസ്റ്ററിയിൽ നമുക്ക് വേണ്ടത് ഒരു ഫാക്ച്വൽ ക്ലാരിറ്റി ആണ് ആവശ്യം, കറണ്ട് അഫേഴ്സിന്റെ ആവശ്യമില്ല, ഓവർലാപ്പിംഗ് ആണ് വരുന്നത്. ആൻഡ് സിലബസ് വാസ്റ്റ് ആണെന്ന് പറയുമ്പോൾ ഒറ്റ കാര്യമുള്ളൂ, 50 കോർ ടോപ്പിക്സ് പഠിച്ചാൽ മതി ടോട്ടലി. ആൻഷ്യന്റ് ഇന്ത്യയിൽ നിന്നും 10ഉം മിഡീവൽ ഇന്ത്യയിൽ നിന്നും 15ഉം 25 മോഡേൺ ഇന്ത്യയിൽ നിന്നും ഒരു 15ഉം മറ്റേതിൽ നിന്നും ഒരു 10ഉം 50 അങ്ങനെ 50 കോർ ടോപ്പിക്സ് പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ചോദിക്കുന്നത്. ആ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്ന് നമ്മുടെ ക്ലാസ് റൂം ഓറിയന്റേഷന്റെ ഭാഗമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഓരോ സബ്ജക്ട് എടുക്കുമ്പോഴും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഹാരപ്പൻ സിവിലൈസേഷൻ. ഹാരപ്പൻ സിവിലൈസേഷനിൽ ഹിസ്റ്ററി ഓപ്ഷനിൽ ആകെ 5 ഏരിയ എന്ന ചോദ്യം ചോദിക്കുള്ളൂ. ആ ഹാരപ്പൻ സിവിലൈസേഷന്റെ ബേസിക്സ് പഠിച്ചതിനു ശേഷം ഈ 5 ഏരിയസ് കൃത്യമായിട്ട് നിങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് പ്രിലിംസിന് യൂസ്ഫുൾ ആണ്, മെയിൻസ് GS1 യൂസ്ഫുൾ ആണ്. ഇന്ത്യയുടെ ഒരു ആദ്യത്തെ സിവിലൈസേഷൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് എസ്സേയിലൊക്കെ അത് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ഓപ്ഷണലിലും ഈ 5 ടൈപ്പിൽ നിന്നല്ലാതെ 6ാമതൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കില്ല. അതാണ് ഇതിന്റെ പ്രത്യേകത. ബിക്കോസ് ഓഫ് ഹൈലി റിപ്പീറ്റേറ്റീവ് ടെൻഡൻസി, കൂടുതൽ റിപ്പീറ്റേഷൻ ആണ് ഇത് വരുന്നത്. അത് നിങ്ങൾ കൃത്യമായിട്ട് സെറ്റ് ചെയ്ത് ഉണ്ടാക്കി വെക്കാൻ പറ്റുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ക്ലിയർ ദിസ് എക്സാമിനേഷൻ. ഞാനിത് ചുമ്മാ പറയുന്നല്ല. അറ്റ് ദി എൻഡ് ഓഫ് ദി സെഷൻ ഐ ഹാവ് വൺ സർപ്രൈസ് ഫോർ യു. അതിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവുകയും ചെയ്യും. ഇതാണ് ഒരു മിത്ത്. രണ്ടാമത്തത്, കുറെ ആൾക്കാർ പറയുന്ന കാര്യമാണ്, നമുക്ക് ഏറ്റവും നല്ല എന്താണ്, ഒന്നിന് PSIR ഓപ്ഷൻ എടുക്കാം അല്ലെങ്കിൽ സോഷ്യോളജി എടുക്കാം എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. PSIR എടുക്കാം എന്ന് പറയുന്നവരുണ്ട്, സോഷ്യോളജി എടുക്കാം എന്ന് പറയുന്നവരുണ്ട്. ഓക്കെ, അപ്പൊ ഇത് മാത്രമായിട്ട് ഒതുങ്ങി പോകേണ്ടതില്ല എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങൾക്ക് എങ്ങനെ സയന്റിഫിക്കലി എടുക്കണം എന്ന് പറയുന്ന ഒരു കാര്യം വെച്ചിട്ട് പറഞ്ഞിട്ടുള്ളത്. എന്താണ് അതിൽ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങളുടെ കാര്യം, ഇൻട്രസ്റ്റ് എത്രമാത്രമുണ്ട്, അവൈലബിലിറ്റി ഓഫ് ദ റിസോഴ്സസ്, സിലബസും BYQs ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട്. ദ പോയിന്റ് ഇസ് ദാറ്റ് എവറി ഓപ്ഷൻ ഹാസ് പ്രൊഡ്യൂസ്ഡ് ടോപ്പേഴ്സ്. എല്ലാ ഓപ്ഷനിലും ടോപ്പേഴ്സ് ഉണ്ട്. കാരണം എന്താ, ഓപ്ഷനിൽ മാത്രമല്ല, അവരെടുക്കുന്ന ഓവറോൾ പ്രിപ്പറേഷൻ ആണ് ആക്ച്വലി റിസൾട്ട് എന്ന് പറയുന്നത്. നിങ്ങളൊരു സിവിൽ സർവീസ് ആസ്പിരന്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാ. നിങ്ങൾ സർവീസ് ക്ലിയർ ചെയ്യാന്ന് പറഞ്ഞത് ഞാൻ ഓപ്ഷൻ എടുത്തുകൊണ്ട് മാത്രമാണ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല.
നിങ്ങൾ GS കാണിച്ചിട്ടുള്ള എഫേർട്ട്, പ്രിലിംസിന് കാണിച്ചിട്ടുള്ള എഫേർട്ട്, ഇന്റർവ്യൂവിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ എല്ലാം കൂടി ഒരു ഓവറോൾ ഡെവലപ്മെന്റ്. അതുകൊണ്ട് തന്നെ എവറി ഓപ്ഷണൽ ഹാസ് പ്രൊഡ്യൂസ് ടോപ്പേഴ്സ്. നിങ്ങൾക്ക് എന്താണോ ഫിറ്റ് ചെയ്യുന്നത് അതെടുക്കുക, നോട്ട് ട്രെൻഡ്. നിങ്ങളുടെ ടേസ്റ്റ് എന്താണ്, നിങ്ങളുടെ പൊട്ടൻഷ്യൽ എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ ഓപ്ഷൻ ചൂസ് ചെയ്യേണ്ടത്, നോട്ട് ബേസ്ഡ് ഓൺ ദ ട്രെൻഡ്. സാറേ എന്റെ ഫ്രണ്ട് എടുക്കുന്നത് സോഷ്യോളജിയാണ്, അവൻ എടുക്കുന്നത് PSIR ആണ്, മറ്റാൾ ജോഗ്രഫിയാണ്, ഞാൻ ആകെ കൺഫ്യൂഷൻ, ഇതിൽ ഏതെങ്കിലും എടുക്കണം. എന്നാൽ നിനക്കേതാ താല്പര്യം? എനിക്കിതിൽ ഏതും താല്പര്യമില്ല. അങ്ങനെ ഉണ്ടാകും. അപ്പൊ അതാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. നിങ്ങൾ ആസ്പിറന്റ് ആണ്, നിങ്ങൾ രാജ്യം നയിക്കാൻ വേണ്ടി പോകുന്ന ഉദ്യോഗസ്ഥരാകാൻ പോകുന്ന ആൾക്കാരാണ്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ആയിട്ടുള്ള ഒരു വിഷയത്തിൽ ഒരു സെൽഫ് ഡിസിഷൻ മേക്കിംഗ് പവർ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് നിങ്ങൾ ട്രെൻഡിന്റെ പിന്നാലെ പോകുന്നതിനേക്കാൾ അപ്പുറത്തോട്ട്, ട്രെൻഡ്സ് പോകുന്നതിന് പിന്നാലിനേക്കാൾ അപ്പുറത്തോട്ട് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഏതാണോ കുറച്ചുകൂടെ കൺവീനിയന്റ്, നിങ്ങൾക്ക് ഏതാണോ ബെനിഫിറ്റ്, നിങ്ങൾക്ക് ഏതാണോ കുറച്ചുകൂടെ ടേസ്റ്റ്, നിങ്ങൾക്ക് എവിടുന്നാണ് നല്ലൊരു മെന്റർഷിപ്പ് കിട്ടുക എന്നൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കണം. ഇതാണ് ഇത്രയും നേരമായിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കാം. ഇനി ഇവിടെ ഒരു ടോപ്പേഴ്സിന്റെ കാര്യം പറഞ്ഞില്ല. പലപ്പോഴും നമ്മുടെ കേരളത്തിൽ ഹിസ്റ്ററി ഓപ്ഷണലിന്റെ എണ്ണം കുറവാണ്. അതിലോട്ടാണ് വരുന്നത്. അപ്പൊ അവർ അതിൽ പറയുന്ന മേജർ റീസൺസ്, ഒന്ന് വാസ്റ്റ് സിലബസ് ആണ്, ഞാൻ നിങ്ങൾക്ക് അത് സോൾവ് ചെയ്ത് തന്നു. രണ്ടാമത്തത് ലോ സ്കോറിംഗ് ആണ്. ലോ സ്കോറിംഗ് ആയിരുന്നെങ്കിൽ 2021 റാങ്ക് 1ാമത് കിട്ടിയിട്ടുണ്ടായിരുന്ന ശ്രുതി ശർമ്മ സിവിൽ സർവീസ് ക്ലിയർ ചെയ്യുമായിരുന്നില്ല. സോ ഇറ്റ്സ് നോട്ട് അബൌട്ട് ദാറ്റ് ഫേക്ക് പബ്ലിസിറ്റി. ഈ ഫേക്ക് ആയിട്ടുള്ള കുറച്ച് ക്യാമ്പയിൻസ് ഉണ്ടാവുമല്ലോ, പ്രൊപ്പഗണ്ട എന്ന് പറയുന്ന ഒന്ന്. അപ്പൊ 2021 നോക്കിക്കേ, ഇതൊക്കെ ഹിസ്റ്ററി ഓപ്ഷനിൽ എടുത്തിട്ട് സർവീസ് ക്ലിയർ ചെയ്തിരിക്കുന്ന ആൾക്കാരാണ്. 1ാം റാങ്ക് കിട്ടിയിട്ട് ഹിസ്റ്ററി ഓപ്ഷനിൽ ക്ലിയർ ചെയ്ത ആൾക്കാരുണ്ട് 2021. 22 സിദ്ധാർത്ഥ ശുക്ലക്ക് 18ാമത്തെ റാങ്ക് ഹിസ്റ്ററി ഓപ്ഷണൽ ആയിരുന്നു. 2023 നൗഷിലിന് ഓൾ ഇന്ത്യ റാങ്ക് 9 കിട്ടിയിട്ടുണ്ട്. 2024 വന്നിട്ടുള്ള ആൾക്കാർ നോക്കിക്കേ, അവധിജ ഗുപ്ത എന്ന് പറയുന്ന ആള് 43ാമത്തെ റാങ്ക്, സിമ്രാൻ എന്ന് പറയുന്ന ആള് 63ാമത്തെ റാങ്ക്. സോ ഇറ്റ്സ് നോട്ട് അബൌട്ട് നിങ്ങൾ ക്ലിയർ ചെയ്യുന്നില്ല എന്നുള്ളതല്ല ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ഈസ് ദാറ്റ് നിങ്ങൾക്ക് ഏതാണ് ഇമ്പോർട്ടന്റ്, നിങ്ങൾക്ക് ഏതാണ് ഇമ്പോർട്ടന്റ്, നിങ്ങൾ ഏതാണ്. അപ്പൊ നിങ്ങൾ അതിൽ കൃത്യമായിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾ റാങ്കിൽ എത്തും. ഇതിന് മറ്റൊരു കാര്യം പറഞ്ഞുതരാം. ഇപ്രാവശ്യം ഫസ്റ്റ് റാങ്ക് കിട്ടിയിട്ടുള്ള ആളെ കഥ നിങ്ങൾ അറിയില്ലേ? 4 പ്രിലിംസിൽ അവർക്ക് കിട്ടിയില്ല, 4 പ്രിലിംസേ പാസ്സായില്ല. 5ാമത്തത് അവര് പ്രിലിംസ് പാസ്സായി, മെയിൻസ് പാസ്സായി, ഇന്റർവ്യൂ പാസ്സായി 1ാമത്തെ റാങ്കിലെത്തി. സോ ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ ട്രെൻഡ്, നോട്ട് അബൌട്ട് ദ എല്ലാവരും പോകുന്ന വഴിയിലൂടെ തെരഞ്ഞെടുക്കുക എന്നുള്ളതല്ല. മറിച്ച് എന്താണ്, നിങ്ങൾക്ക് ഏതാണോ ബെസ്റ്റ് എന്നുള്ളത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ട് കണ്ടെത്തുക എന്നുള്ളതാണ്. ഓക്കെ, അതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. ഇനി ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, സർ ഹിസ്റ്ററി പോലുള്ള സബ്ജക്ട് അല്ലെങ്കിൽ ഞാൻ എന്റെ ഓപ്ഷനിൽ സെൽഫ് സ്റ്റഡി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ മുമ്പിലോട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ സെഷൻ അവസാനിപ്പിക്കും. ഇപ്പൊ വെറും 10 മിനിറ്റ് കൂടെ ഉള്ളൂ. ഓക്കെ, അപ്പൊ സെൽഫ് സ്റ്റഡി എന്ന് പറയുന്ന ഒരു കാര്യത്തിലോട്ട് ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഇത് നിങ്ങൾ ഒരു PSC പരീക്ഷക്കോ ഒരു ബാങ്ക് എക്സാമിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു എക്സാമിനേഷൻ പ്രിപ്പറേഷൻ നടത്തുന്ന ഒന്നുപോലെ അല്ല UPSC എന്നുള്ളത്. ഒരു വർഷം തന്നെ നിങ്ങൾ PCM-ഉം ഓപ്ഷണലായിട്ട് കോച്ചിങ് എടുക്കും. എന്നിട്ട് ഒരു വർഷം നിങ്ങൾ എക്സാമിനേഷന് വേണ്ടി, പ്രിലിംസ് കഴിഞ്ഞ് 2.5 മാസം ഉണ്ട്, മെയിൻസ് 3 മാസം വെയിറ്റ്, റിസൾട്ട്, പിന്നെ ഇന്റർവ്യൂ 2 മാസം, അങ്ങനെ ഏകദേശം ഒരു 1 ഇയർ സൈക്കിൾ ഓഫ് പ്രിപ്പറേഷൻ തന്നെ, എക്സാം സൈക്കിൾ തന്നെയുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു എക്സാമിനേഷൻ ആയതുകൊണ്ട് തന്നെ സെൽഫ് സ്റ്റഡി കൊടുത്ത് പരാജയപ്പെടാനുള്ളതാകരുത് നിങ്ങളുടെ പ്രിപ്പറേഷന്റെ ലൈഫ്. അപ്പൊ സെൽഫ് സ്റ്റഡി ചെയ്യുമ്പോൾ കുറച്ച് ലിമിറ്റേഷൻസ് ഞാൻ ഇവിടെ പറയാണ്. ഒന്ന്, നിങ്ങൾക്ക് ലാക്ക് ഓഫ് ഡയറക്ഷൻ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഹിസ്റ്ററി ഓപ്ഷനിൽ തന്നെ എടുക്കുന്നതെന്ന് വിചാരിക്കുക. പക്ഷെ സർ ഞാനിപ്പോൾ കോച്ചിങ്ങിന് ജോയിൻ ചെയ്യുന്നില്ല, ഞാൻ ഒറ്റയ്ക്ക് പഠിച്ചോളാം എന്നാണ് നിങ്ങളുടെ ചിന്തയെങ്കിൽ നിങ്ങൾ പഠിക്കും. അടുത്തൊരു 6 മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും മെസ്സേജ് അയക്കും, സർ ഒന്നും ആയിട്ടില്ല, ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. കാരണം എന്താ, നമുക്ക് ഡയറക്ഷൻ കിട്ടില്ല. നമ്മൾ ഏതെങ്കിലും ഒരു 3-4 പുസ്തകം ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്യും, ഒരു 2000-3000 രൂപ കൊടുത്തിട്ട്. 2000-3000 രൂപ ആകും ഹിസ്റ്ററി ഓപ്ഷണലിന്റെ ബുക്സ് എല്ലാം കമ്പയർ ചെയ്ത് വരുമ്പോൾ. അത് കൊടുത്തിട്ട് നമ്മളങ്ങ് വായിക്കാൻ തുടങ്ങും. നമ്മൾ വലിയ പാണ്ഡിത്യത്തിൽ ഇങ്ങനെ വായിക്കും, പുസ്തകം തീരില്ല, പുസ്തകത്തിന്റെ എണ്ണം അവിടെ തന്നെ കിടപ്പുണ്ടാവും. അതല്ല വേണ്ടത്. നമുക്ക് ലിമിറ്റഡ് ടൈമിൽ മാക്സിമം റിസൾട്ട് കിട്ടുന്ന രൂപത്തിലോട്ട് പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. അതുപോലെ പ്രയോറിറ്റൈസേഷൻ ഉണ്ടാവില്ല. നമ്മൾ എന്ത് ചെയ്യും, പുസ്തകം തീർക്കാനായിരിക്കും വായിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഗൂഗിളിൽ നിന്നോ മറ്റും കിട്ടിയിട്ടുള്ള PDF മെറ്റീരിയൽ വായിച്ചു തീർക്കാനായിരിക്കും നമ്മൾ പോകുന്നത്. നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല എന്താണ് കൂടുതൽ പഠിക്കേണ്ടത്, സ്ട്രെസ് ചെയ്യേണ്ടതെന്നുള്ളത്. സ്ട്രെസ് ചെയ്യേണ്ടത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ സബ്ജക്ട് എക്സ്പേർട്സിന്റെ ഒന്ന് കേട്ടാലേ മതിയാവുള്ളൂ. അത് പഠനത്തിന്റെ കാര്യമാണെങ്കിൽ, പഠനം മാത്രമല്ല പ്രിപ്പറേഷൻ എന്നുള്ളത് തുടക്കം മുതൽക്കേ ഞാൻ പറഞ്ഞു. പഠനം മാത്രമാണോ? അല്ല, പഠിച്ച കാര്യം നമുക്ക് റിവൈസ് ചെയ്യാൻ പറ്റണം, അത് നമുക്ക് ആൻസറിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം. ആ പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, കൃത്യമായിട്ട് നിങ്ങൾ എഴുതണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ സെൽഫ് സ്റ്റഡി നിങ്ങൾ ഒരു പക്ഷെ സഹായിച്ചെന്ന് വരില്ല. കാരണം അതെങ്ങനെ സർ,
ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഫുൾ എല്ലാ ദിവസവും എഴുതി പഠിക്കും. പക്ഷെ നിങ്ങൾ എഴുതിയോണ്ട് കാര്യമില്ല. നിങ്ങൾ എഴുതുന്നത് കൃത്യമായിട്ട് രീതിയിൽ തന്നെയാണോ? ഈ എഴുതിയതിന് വേറെ ഒരു ഓൾട്ടർനേറ്റീവ് മോഡൽ എഴുതാൻ പറ്റുമോ? ഇങ്ങനത്തെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ മാത്രമല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസർ റൈറ്റിംഗിൽ ഗ്രോത്ത്, പ്രോഗ്രസ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അവർ ഇൻകൺസിസ്റ്റൻസി എന്തായാലും ഉണ്ടാകും. മറ്റൊന്ന്, ആൻസർ റൈറ്റിംഗിൽ നമുക്ക് പ്രോഗ്രസ് വേണോ? നമ്മൾ ഒരു പീർ ഗ്രൂപ്പുമായിട്ട് ഇരുന്നിട്ട് തന്നെ ഓപ്ഷണൽ എഴുതി പഠിക്കണം. അതിന് നിങ്ങൾക്ക് ഒരു ഓപ്ഷണൽ കമ്മ്യൂണിറ്റി ഉണ്ടാകുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. ദാറ്റ് ഈസ് ദ സെക്കൻഡ് പോയിന്റ് ഫോർ ദി സെൽഫ് സ്റ്റഡി സ്റ്റുഡൻസ്. മൂന്നാമത്തത്, റിയൽ ടൈം ഡൗട്ട് റെസൊല്യൂഷൻ നിങ്ങൾക്ക് കിട്ടില്ല. കാരണം ഹിസ്റ്ററിയിലെ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് ജനറലി ടു ഓൾ ആണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോ ഒരു PCM ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തു. നിങ്ങൾ അവിടെ എന്നിട്ട് PCMന് പഠിക്കുകയാണ്, പ്രിലിംസ് കം മെയിൻസിന് പഠിക്കുകയാണ്. അപ്പൊ പഠിക്കുന്ന സമയത്ത് ഹിസ്റ്ററിയിലെ ചില ടോപ്പിക് വന്നു. അത് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ വായിച്ച് മനസ്സിലാക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അതെന്താണ്, അത് എവിടെയാണ്, ഇത് എങ്ങനെയാണ് എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഒരു മെന്ററുടെ സപ്പോർട്ട് എപ്പോഴും നല്ലതാണ്. അത് ഓപ്ഷണൽ ആയാലും പ്രിലിംസ് ആയാലും ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് നിങ്ങൾ PCMൽ ജോയിൻ ചെയ്തത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സിവിൽ സർവീസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഒരു 10,000 രൂപ എടുത്തിട്ട് പുസ്തകം വാങ്ങിച്ചാൽ മതിയായിരുന്നല്ലോ. ദാൻ 1 lakh rupees നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും നല്ലത് അല്ലെ? ഞാൻ പറഞ്ഞ ചോദ്യം നിങ്ങൾക്ക് റിഫ്ലക്ട് ചെയ്യുന്നുണ്ടോ നോക്കുക. അപ്പൊ ഹിസ്റ്ററിയിൽ ഏറ്റവും കൂടുതൽ വേണ്ടതാണ് കോൺസെപ്റ്റുവൽ ക്ലാരിറ്റി ആണ് ദാൻ ഫാക്ച്വൽ ക്ലാരിറ്റി. ഓപ്ഷണൽ നമുക്ക് വേണ്ടത് ഫാക്ട് അല്ല, കോൺസെപ്റ്റുവൽ ക്ലാരിറ്റി ആണ്. അപ്പൊ അതിന് നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള ഒരു മെക്കാനിസം ഉണ്ടാക്കണം. ദെൻ പീർ ലേണിംഗ്, ഞാൻ പറഞ്ഞ പോലെ നമ്മളുടെ പെർഫോമൻസ് അറിയുന്നുണ്ടെങ്കിൽ നമുക്കൊരു പീർ ഗ്രൂപ്പ് വേണം. എന്നാലാണ് നമുക്കത് ശരിയാവുള്ളൂ. അപ്പോഴാണ് നമുക്കിടയിലുള്ള കോമ്പറ്റീഷൻ നടക്കുള്ളൂ. അപ്പോഴാണ് പുതിയ റൈറ്റിംഗ് സ്റ്റൈൽ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ഇതിനൊക്കെ നമുക്ക് എന്ത് വേണം? ഒരു പീർ ഗ്രൂപ്പ് വേണം. സെൽഫ് സ്റ്റഡി ചെയ്യുമ്പോൾ നമുക്കത് കിട്ടുമോ? കിട്ടില്ല. ആൻഡ് ഫിഫ്ത് വൺ, ഡിലേഡ് കംപ്ലീഷൻ. ഞാൻ പറഞ്ഞ പോലെ ഇത്രയേ ഉള്ളൂ. പുസ്തകം വായിച്ചിട്ടും സെൽഫായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ 5-6 മാസം കൊണ്ട് നമുക്ക് ഹിസ്റ്ററി ഓപ്ഷനിൽ വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾ സെൽഫ് സ്റ്റഡി ആയിട്ട് ചെയ്യുന്നെങ്കിൽ മിനിമം നിങ്ങൾക്ക് ഒരു വർഷം എടുക്കും. ട്രസ്റ്റ് മീ, ഞാനത് പറയുന്നു. കാരണം ഞാൻ കണ്ടിട്ടുണ്ടാകും, അത് ഒരുപാട് ആസ്പിറൻസിനെ കണ്ടിട്ടുണ്ട്. സെൽഫായിട്ട് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ട്. ആൻഡ് പുവർ റിവിഷൻ സൈക്കിൾ, എന്നിട്ട് റിവിഷനോ അതും കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ ലൈഫിലുള്ള ഒരു പ്രധാനപ്പെട്ട എക്സാമിനേഷൻ ആയിട്ട് നിങ്ങൾ ഇത് കാണുമ്പോൾ നിങ്ങൾ എത്രമാത്രം ഇതിന്റെ പേരിൽ റിസ്ക് എടുക്കണം വേണ്ട എന്നുള്ളത് നിങ്ങളുടെ ഡിസിഷൻ ആണ്. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് എന്നിവിടെ പറഞ്ഞുതരാണ്. സോ ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ ഒരു ഡിസ്കഷനിൽ ഞാൻ അവസാനത്തെ സെഷനിലോട്ട് പോവുകയാണ്. നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാകും ഒരു ഓപ്ഷനിൽ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ നിലവിലെ കണ്ടീഷൻ അനുസരിച്ച് നിങ്ങൾ എന്തൊക്കെ ചിന്തിക്കണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച്. ഓക്കെ, അതിൽ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് സ്പാർട്ടൻസ് കൊടുക്കുന്നത്. അപ്പൊ സ്പാർട്ടൻസ് ഹിസ്റ്ററി ഓപ്ഷനിൽ കൊടുക്കുന്നതിന്റെ ഒരു റീസണും അതുപോലെ നമ്മുടെ കോഴ്സിന്റെ ബെനിഫിറ്റും എല്ലാം ഏകദേശം ഇൻ ബിറ്റ്വീൻ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്. നിങ്ങളുടെ ഇൻട്രസ്റ്റ് പോലെ നിങ്ങൾ ചെയ്യുക. നമ്മളുടെ 2026 UPSC സൈക്കിളിലോട്ടുള്ള ഹിസ്റ്ററി ഓപ്ഷനിലെ പുതിയ ബാച്ച് May 7th സ്റ്റാർട്ട് ചെയ്യാണ്. 5 മാസത്തെ ഡ്യൂറേഷൻ ആണ് വരുന്നത്. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ക്രമീകരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ നിങ്ങൾക്ക് ഓപ്ഷണലിന്റെ ലൈവ് ക്ലാസ് ഉണ്ടാവും. വ്യാഴാഴ്ച നമ്മൾ പ്രിലിംസ് ഡേ ആയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്, ഒബ്സർവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാല് നമ്മുടെ സ്പാർട്ടൻസ് ഹിസ്റ്ററി ഓപ്ഷണലിന്റെ പ്രോഗ്രാമിന്റെ ഒരു പ്രത്യേകത, നമ്മുടെ ആസ്പിറൻസ് പ്രിലിംസ് ക്ലിയർ ചെയ്യാനാണ് 90% ഓഫ് ആസ്പിറൻസും ബുദ്ധിമുട്ടുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ട്രാ സപ്പോർട്ട് എന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, അവർക്ക് ഒരു പ്രിലിംസ് ഡേ എന്ന് പറഞ്ഞിട്ട് അവർക്ക് ആദ്യം നമ്മൾ ഹിസ്റ്ററി ഓപ്ഷണലിന്റെ ഭാഗമായിട്ട് കോഴ്സിന്റെ ഭാഗമായിട്ടുള്ള ഹിസ്റ്ററിയുടെ സബ്ജക്റ്റുകൾ പ്രിലിംസ് സ്പെസിഫിക്കലി എങ്ങനെ പഠിക്കണം എന്നുള്ളതിന്റെ ടിപ്പും അതിന്റെ സിംപ്ലിഫൈഡ് നോട്ടും ഒക്കെ കൊടുക്കുന്നതാണ് തേഴ്സ്ഡേയിലെ ദിവസം. അപ്പൊ ഇവിടെ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് നമ്മളിപ്പോൾ എടുക്കുന്നത് ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. തിങ്കൾ, ചൊവ്വ, ബുധൻ എടുത്തെന്ന് വിചാരിക്കാം. ഓക്കെ, ഓരോ മണിക്കൂറിന്റെ അല്ലെങ്കിൽ 2 മണിക്കൂറിന്റെ സെഷൻസ് ആയിരിക്കും. മാക്സിമം 2 മണിക്കൂറിന്റെ സെഷൻസ് ആയിരിക്കും. അത് വ്യാഴാഴ്ച നമ്മൾ എന്ത് ചെയ്യും, ഇൻഡസ് വാലി സിവിലൈസേഷന് മക്കളെ നിങ്ങൾ പഠിക്കേണ്ട പ്രിലിംസ് ടോപ്പിക് ഇന്നതാണ് പറഞ്ഞിട്ട് അതിന്റെ ഒരു ഷോർട്ട് നോട്ട് നിങ്ങൾക്ക് തരും. അത് നിങ്ങൾ പഠിക്കുന്നു. അതിൽ നിന്ന് കുറച്ച് MCQs നിങ്ങൾ പ്രിലിംസ് സ്പെസിഫിക്കലി പ്രാക്ടീസ് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഇൻഡസ് വാലി സിവിലൈസേഷൻ നിങ്ങൾ ഓപ്ഷനിൽ പഠിച്ചു, പ്രിലിംസിന് പഠിച്ചു. പക്ഷേ അതോടെ തീർന്നോ? ഇല്ല, നിങ്ങൾ മെയിൻസിന് കൂടെ പഠിക്കണം. അപ്പൊ മെയിൻസ് ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസിന് വേണ്ടി നമ്മൾ ഫ്രൈഡേ മാറ്റി വെക്കുകയും ചെയ്തു. അങ്ങനെ മൺഡേ ടു ഫ്രൈഡേയുടെ ഒരു കരിക്കുലമാണ് നമ്മൾ അടുത്ത പ്രാവശ്യത്തേക്ക് ഡെഡിക്കേറ്റ് ചെയ്ത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓപ്ഷണലിൽ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി നമ്മൾ തന്നെ റെഡിയാക്കിയിട്ടുള്ള 2 ബുക്കുകളും നിങ്ങൾക്ക് ലഭ്യമാണ്. പേപ്പർ 1ഉം പേപ്പർ 2. അതാണ് നിങ്ങളുടെ റീഡിംഗ് മെറ്റീരിയൽ. അതല്ലാതെ നിങ്ങൾ സാധാരണ ഓപ്ഷണൽ എടുക്കുന്ന സമയത്ത് പല ഇൻസ്റ്റിറ്റ്യൂട്ടും പറയുന്നത് PSIR ഒക്കെ, ഞാൻ എന്റെ ഫ്രണ്ട്സിന് ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്, അവർക്ക് വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. ഓപ്ഷണൽ ക്ലാസ് എടുക്കും, ശേഷം ഇന്ന ബുക്കൊക്കെ വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ഗുള്ളറൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ആൾക്കാർ, ജോഗ്രഫിയുടെ ആൾക്കാർക്ക്, അപ്പൊ ആ ബുക്കൊക്കെ വാങ്ങിക്കണം, ഇത്ര കട്ടി ഉണ്ടാവും, ഇതൊക്കെ വായിക്കാൻ വേണ്ടിയാ പറയുന്നത്.
പിന്നെ എന്തിനാ നിങ്ങൾ ഓപ്ഷനിൽ ജോയിൻ ചെയ്യുന്നത്? ഓപ്ഷനിൽ നിങ്ങൾ ഒരു സ്ഥലത്ത് ജോയിൻ ചെയ്യുന്നത് തന്നെ അവിടുന്ന് എല്ലാം കിട്ടാൻ വേണ്ടിയാ. അല്ലാതെ അവര് പറഞ്ഞിട്ട് ബാക്കി 100 ബുക്ക് വായിക്കാനാണോ? അതാകരുത്. അത് ഇപ്പൊ നടക്കുന്ന ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു സ്കാം ആണെന്ന് വേണമെങ്കിൽ വരെ പറയാൻ വേണ്ടി പറ്റും. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുന്നത് സ്പാർട്ടൻസിന്റെ കീഴിൽ നിങ്ങൾ പഠിക്കേണ്ട എല്ലാ പ്രധാനപ്പെട്ട പോയിന്റ്സും വെച്ചിട്ടുള്ള ഒരു പുസ്തകവും നിങ്ങൾക്ക് ലഭ്യമാക്കി തരും. നിങ്ങൾ അത് മാത്രം ഡിപ്പെൻഡ് ചെയ്താൽ മതി. അത്രയും കോൺഫിഡന്റ് ആയിട്ടാണ് പറയുന്നത്. അത്രയും കോൺഫിഡന്റ് ആയിട്ട് പറയാൻ കാരണം 2024 റിസൾട്ടാണ് വന്നത്. 2023 റിസൾട്ട് വന്നപ്പോ നമ്മളുടെ പ്രൊഡക്റ്റ് ആണ് അബ്ദുൽ ഫസൽ എന്ന് പറയുന്ന ഇന്ന് ഇന്ത്യൻ ഫോറിൻ സർവീസിൽ വർക്ക് ചെയ്യുന്ന ആള്. പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്ന വാക്കാണ് സ്പാർട്ടൻസ് ഹിസ്റ്ററി ഓപ്ഷണൽ ഹെൽപ്ഡ് മീ വിത്ത് എഫക്റ്റീവ് ക്ലാസസ് ആൻഡ് നോട്ട്സ് എന്ന് പറയുന്ന ഒരു കാര്യം. കാരണം ഏത് ബാക്ക്ഗ്രൗണ്ടിൽ പെട്ട ആൾക്കാർക്കും ഈ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ്. നമുക്ക് അദ്ദേഹത്തിന്റെ ഒരു വാക്ക് ഞാനിവിടെ ജസ്റ്റ് പറയുന്നുണ്ട്, ഒന്ന് കേട്ടു നോക്കൂ. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി ഒന്ന് പറയട്ടോ. സ്പാർട്ടൻസിനെ കുറിച്ച് പറയുമ്പോൾ സ്പാർട്ടൻസ് എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഒന്ന് കമന്റ് ചെയ്യൂ ആദ്യം. ഓക്കെ, ലെറ്റ്സ് കണ്ടിന്യൂ. സ്പാർട്ടൻസിനെ കുറിച്ച് പറയുമ്പോൾ സ്പാർട്ടൻസ് എനിക്ക് തോന്നുന്നത് ഹിസ്റ്ററി ഓപ്ഷനിൽ നല്ല ഒരു റിസോഴ്സ് ആയിട്ടാണ് കാണുന്നത്. ഹിസ്റ്ററി ഓപ്ഷനിൽ നിങ്ങൾ തിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ സ്പാർട്ടൻസിനെ കുറിച്ച് ആലോചിക്കാവുന്നതാണ്. സ്പാർട്ടൻസിൽ ക്വാളിറ്റി കണ്ടന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ബെസ്റ്റ് മൊഡ്യൂൾസ് ആൻഡ് ടീച്ചിങ്സ് ഫാക്കൽറ്റീസ് ആണ് അതിലുള്ളത്. അപ്പം സ്പാർട്ടൻസ് ഓഫ് കോഴ്സ് നിങ്ങൾക്കൊരു ഹിസ്റ്ററി ഓപ്ഷനിലുള്ളൊരു നല്ല ബെറ്റർ ചോയ്സ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ തന്നെയാണ് ഇവിടെ നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്. സോ ഇറ്റ്സ് അബൌട്ട് യുവർ ചോയ്സ് ഗൈസ്. നിങ്ങൾക്ക് എത്രമാത്രം ഇത് പ്രിപ്പറേഷന് സഹായിക്കും എന്നുള്ളത് ഇനി നിങ്ങളാണ് ചിന്തിക്കേണ്ടത്. നിങ്ങൾ നല്ലതുപോലെ ചിന്തിക്കൂ. നമ്മൾ നമ്മുടെ ഗ്രൂപ്പില് നിങ്ങൾക്ക് ഇതിനാവശ്യമായിട്ടുള്ള ചില സാമ്പിൾ ക്ലാസ്സസിന്റെ വീഡിയോസും കാര്യങ്ങളെല്ലാം നമ്മൾ പോസ്റ്റ് ചെയ്ത് തരും. ശേഷം നമ്മൾ 7-നാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുവരെ നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള സമയവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നേരത്തെ പ്രിപ്പറേഷൻ തുടങ്ങി കഴിഞ്ഞാൽ നേരത്തെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിച്ച് സെറ്റ് ആകാൻ വേണ്ടി പറ്റും. അടുത്ത പ്രാവശ്യം തന്നെ എക്സാമിനേഷൻ പ്രിലിംസും മെയിൻസ് ഒക്കെ ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ അവസരം ഒരിക്കലും മിസ് ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വെബിനാർ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹോപ്പ് യു ഗൈസ് എവരിവൺ ഇൻ ദ ഗ്രൂപ്പ്. ഗ്രൂപ്പിൽ ഇല്ലാത്തവര് ഈ നമ്പറുമായിട്ടൊക്കെ ഒന്ന് ബന്ധപ്പെടുക, എന്നിട്ട് ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്യാൻ വേണ്ടി പറയാം. ഓക്കെ, സോ ആ കാര്യം ശ്രദ്ധിക്കുക. കൂട്ടത്തില് നിങ്ങൾ സ്പാർട്ടൻസ് ഹിസ്റ്ററി UPSC എന്ന് ടെലിഗ്രാമിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ചാനൽ കാണാൻ വേണ്ടി പറ്റും. ആ ചാനലിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രിലിംസിനൊക്കെ ഒരുപാട് ഉപകാരപ്പെടുന്ന PDF നോട്ടുകളൊക്കെ അവിടുന്ന് ലഭ്യമാകുന്ന ഒന്നുകൂടിയാണ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് സെഷൻ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക കേട്ടോ. സോ ഇതാണ് ബേസിക് കാര്യം. നിങ്ങളുടെ ഗ്രൂപ്പിൽ അറിയിച്ചാലും മതി, സന്തോഷം മാത്രം. അപ്പോൾ ഇതോടുകൂടെ നമുക്ക് ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം.